എല്ലാവർക്കും നമസ്കാരം. വാനപ്രസ്ഥ ഓൺലൈൻ സ്പോൺസർ ചെയ്യുന്ന ഗ്ലോബൽ എക്കോ ഹ്യൂമൻ ഹെൽത്ത് മൂവ്മെന്റിന്റെ ഇന്നത്തെ ലൈവിലേക്ക് എല്ലാവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നമ്മള് ആരോഗ്യം ഫോക്കസ് ചെയ്ത് വാനപ്രസ്ഥത്തിൽ പഠിക്കുമ്പോൾ ലിവറിന്റെ പ്രാധാന്യത്തെ പറ്റി നമ്മൾ പഠിക്കാറുണ്ട്. പ്രത്യേകിച്ച് ഏറ്റവും കൂടുതൽ ആളുകൾക്ക് വരുന്ന ഒരു ജീവിത അനാരോഗ്യം എന്ന് പറയുന്നത് ഡയബറ്റീസ് അല്ലെങ്കിൽ ഫാറ്റി ലിവർ. ഈ തുടങ്ങിയ രണ്ട് കാര്യങ്ങൾ ഒത്തിരി പേർക്ക് ധാരാളം എന്ന രീതിയിൽ കണ്ടുവരാറുണ്ട്. അത് മാത്രമല്ല, നമ്മള് ഈ പണ്ടത്തെ സിനിമാ ഗാനങ്ങളും പ്രണയഗാനങ്ങളൊക്കെ കേട്ടാല് പ്രണയിനീനെ കരളേ എന്ന് പറഞ്ഞാണ് വിളിക്കണേ. എത്രമാത്രം ഒരു കരളിന് പ്രാധാന്യമുണ്ടെന്നുള്ളത് പാട്ടുകളിൽ കൂടെ നമുക്കറിയാം. ഈ ലിവറിനെ നമ്മൾ അതുപോലെ നമ്മുടെ ഒരു സ്നേഹിതനെയോ അല്ല സ്നേഹിതയെ പോലെ നമ്മൾ പരിപാലിക്കുന്നുണ്ടോ, നമ്മൾ നോക്കുന്നുണ്ടോ? ഈ കരൾ എന്താണ് എന്നുള്ളതിനെ പറ്റി നമ്മളൊന്ന് എപ്പോഴെങ്കിലും അന്വേഷിച്ചിട്ടുണ്ടോ? ഇത് എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കണേ? ഇതിനെ എങ്ങനെയാണ് പരിപാലിക്കേണ്ടത്? ഓരോ രോഗം ഈ കരളിൽ ബാധിക്കുമ്പോൾ എനിക്കത് എങ്ങനെ പരിഹരിക്കാം? എന്താണ് അതിന്റെ കാരണം? മരുന്ന് കൊണ്ട് രോഗങ്ങളെ പരിഹരിക്കാമെന്നൊരു ധാരണ നമ്മളിൽ എല്ലാവരിലും സാധാരണഗതിയിൽ ഉണ്ട്. ആ മരുന്ന് കൊണ്ട് ഒരു രോഗം പരിഹരിക്കപ്പെടുന്നില്ല എന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് എനിക്ക് ആ രോഗം വന്നു എന്നുള്ളൊരു അന്വേഷണം നമ്മൾ ഓരോരുത്തരും നടത്തേണ്ട ഒരു കാലം ആണിത്. കാരണം മരുന്നുകൾ കഴിച്ച് നമ്മുടെ ബോഡിയുടെ നാച്ചുറൽ ഇമ്മ്യൂൺ മെക്കാനിസംസ് ഒന്ന് ആബ്സെന്റ് ആയിട്ട് ഉറങ്ങിയിരിക്കണ ഈ അവസ്ഥയിൽ നമ്മൾ മരുന്നുകൾ കഴിച്ച് ബോഡിക്ക് ആ ഒരു ശീലം ആയി കഴിഞ്ഞു. അതുകൊണ്ട് അത് സ്വാഭാവികമായിട്ടും വരുന്ന ആരോഗ്യത്തിനെ ബോഡി ഉണ്ടാക്കാനും നോക്കത്തില്ല. മാത്രമല്ല, രോഗങ്ങൾ വരുമ്പോൾ നമ്മളിപ്പോ ഈ മരുന്ന് കൊടുക്കുന്നു എന്ന് പ്രതീക്ഷിച്ചിരിക്കുന്ന ഒരു ശരീര വ്യവസ്ഥ ഇപ്പൊ ഉണ്ട്. അതൊക്കെ മാറ്റിയിട്ട് നമ്മുടെ ഈ കരൾ എന്താണ്, നമ്മൾ ഓരോ അവയവത്തിനെ പറ്റി പഠിക്കാൻ ആഗ്രഹമുണ്ട്. ഈ വാനപ്രസ്ഥം നമ്മൾ പഠിക്കാറുമുണ്ട്, പഠിച്ചിട്ടുമുണ്ട്. നമ്മൾ ഈ 4 വർഷം കൊണ്ട് കഴിഞ്ഞ 2020 നമ്മൾ ആരംഭിച്ചതാണ് വാനപ്രസ്ഥം ഓൺലൈൻ എന്ന് പറയുന്ന ഈ ഒരു വെർഷൻ. നമ്മൾ കൊറോണ സമയത്ത് ദയാൽ സാറിന്റെ വാനപ്രസ്ഥം കോഴ്സിനെ ഓൺലൈൻ ആക്കി. ശ്രീ ഗുരുദത്തും സദാനന്ദൻ സാറും ടീമും എല്ലാവരോട് ചേർന്ന് അതിനുശേഷം ആ കോഴ്സ് 70 ക്ലാസ്സുകൾ ദയാൽ സാർ വാനപ്രസ്ഥം കോഴ്സാണ് പഠിപ്പിക്കുന്നത്. തുടർന്നൊരു 18 ക്ലാസ്സുകളുണ്ട്. ഔഷധ സസ്യം പഠിപ്പിക്കുന്നു ശ്രീ ജോബി സാർ. നിർമ്മലാനന്ദഗിരി മഹാരാജന്റെ ശിഷ്യനാണ് അദ്ദേഹം. തുടർന്നൊരു 10ഓളം ക്ലാസ് നമ്മൾ വാനപ്രസ്ഥത്തിന്റെ കൃഷി മേഖലയുടെ പ്രാക്ടിക്കൽ സെഷൻസ് പഠിക്കുന്നുണ്ട്. തുടർന്ന് പിന്നെ ഒരു 5 സെഷൻസ് നമ്മൾ ദയാൽ സാർ പഠിപ്പിക്കുന്ന സന്നിധാനം ധ്യാനത്തിന്റെ ഫസ്റ്റ് വേർഷൻ സാറിപ്പം 2 വേർഷൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ 2 വേർഷനിൽ നമ്മള് തുടക്കത്തിൽ എല്ലാവരും പഠിപ്പിച്ചിട്ടുള്ള ഫസ്റ്റ് വേർഷൻ ഉണ്ട്. അതായത് നമ്മള് സന്നിധാനം എന്ന് പറയുന്ന നമ്മളിപ്പോ ഒരു വ്യക്തി, ഈ വ്യക്തി നമ്മൾക്കൊരു ലീഡർ ഉണ്ടെങ്കിൽ ആ ലീഡറായിട്ടുള്ള ഒരു കണക്ഷൻ ഉണ്ടാക്കുക. അതായത് നമ്മളിപ്പോ ഒരു സൂക്ഷ്മ ശരീരമാണെങ്കിൽ ഈ ഒരു സൂക്ഷ്മ ശരീരത്തിന്റെ പരമസന്നിധി എവിടെയാണോ, അൾട്ടിമേറ്റ് എനർജി സോഴ്സ് എവിടെയാണോ അവിടവുമായിട്ടൊന്ന് കണക്ട് ചെയ്യുക. ഇതാണ് ആദ്യത്തെ ഒരു ധ്യാന പദ്ധതിയിൽ ശ്രീ കെ വി ദയാൽ സാർ ഉദ്ദേശിച്ചിരുന്നത്. ആ കണക്ഷൻ നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്തു എന്നൊരു സങ്കല്പം അല്ലെങ്കിൽ എസ്റ്റാബ്ലിഷ്മെന്റ് കഴിയുമ്പോൾ ഉള്ള 2ാമത്തെ ധ്യാന പദ്ധതി. ഇങ്ങനെ 2 രീതിയിൽ അദ്ദേഹം ധ്യാനത്തിനെ വളരെ സിംപ്ലിഫൈ ചെയ്ത് അതിനെ കൂടെ മനസ്സിലാക്കാത്ത ആളുകൾക്ക് വേണ്ടിയിട്ട്, ആദ്യമായിട്ട് ധ്യാനം പഠിക്കുന്നവർക്ക് വേണ്ടിയിട്ട് ശ്രീ ഗുരുദത്ത് അദ്ദേഹം ഗവൺമെന്റ് സർട്ടിഫൈഡ് ആയിട്ടുള്ള യോഗ അധ്യാപകനാണ്. ലെവൽ 6 വരെ കംപ്ലീറ്റഡ് ആണ്. യോഗിക് സയൻസ് എന്ന യോഗ ടീച്ചേഴ്സിന്റെ ടീച്ചേഴ്സ് ട്രെയിനിങ് അക്കാഡമിയിൽ ലെവൽ 6 കംപ്ലീറ്റഡ് ആയിട്ടുള്ള പരമ അധ്യാപകനാണ്. സോ അദ്ദേഹത്തിന് ആ മെഡിറ്റേഷൻ ഇത്രയും കൂടെ ചുരുക്കി ചെറുതാക്കി നമ്മളിൽ ഓരോ ബിറ്റാക്കി എത്തിക്കാൻ സാധിച്ചിട്ടുണ്ട്. അത് പഠിച്ചവർക്ക് അതിന്റെ ഗുണങ്ങൾ ഇന്നുണ്ട്. നമ്മള് ധ്യാനത്തെ പറ്റി ഒന്നും അറിയത്തില്ലാത്ത ആളുകൾ ഇന്ന് വളരെ രസകരമായിട്ടും ബെസ്റ്റ് ആയിട്ട് മെഡിറ്റേഷൻസ് ചെയ്യാറുണ്ട്. സോ ഇതെല്ലാം കൂടെ അടങ്ങിയതാണ് വാനപ്രസ്ഥം ഓൺലൈൻ എന്ന് പറയുന്ന പ്രീമിയം കോഴ്സ്. വാനപ്രസ്ഥം സാധാരണ കോഴ്സുകളിൽ ഇതൊന്നും ലഭ്യമല്ല. ദയാൽ സാർ പഠിപ്പിക്കുന്ന നമ്മുടെ വാനപ്രസ്ഥം സിലബസ് ആണ്. അതിനെ നമ്മൾ എലാബറേറ്റ് അതിനെ കൂടുതൽ പഠിക്കുകയാണ് ഇവിടെ ചെയ്യുക. സോ അതിന്റെ ഒരു മേഖലയാണ് ഈ ഞായറാഴ്ചത്തെ ഇപ്പൊ നടക്കുന്ന ലൈവ് സെഷൻ. ഇതിൽ ആർക്കും വന്ന് ജോയിൻ ചെയ്യാം. നമ്മൾ അങ്ങനെ ഒരു രീതിയിൽ ആണ് ഇപ്പൊ ഇത് നടത്തുന്നത്. നേരത്തെ വാനപ്രസ്ഥം കോഴ്സ് പഠിക്കുന്ന സ്റ്റുഡൻസിന് വേണ്ടി മാത്രമുള്ള ലൈവ് സെഷൻ ആണ് ഇത്. അതിനുശേഷം നിത്യസാധന വന്നപ്പോൾ നിത്യസാധന സ്റ്റുഡൻസിനും കൂടെ വന്ന് പങ്കെടുക്കാം. ഇപ്പൊ നമ്മൾ പബ്ലിക്കിനും കൂടെ ഓപ്പൺ ആണ്. ഇപ്പൊ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ 3 വർഷമായി പബ്ലിക്കിന് ഓപ്പൺ ആണ്.
ആർക്കും വന്ന് ജോയിൻ ചെയ്ത് ഇവിടെ അറിവ് പഠിപ്പിക്കുന്നു. നിങ്ങൾ അറിവ് പഠിക്കുക, അറിവിനെ ഷെയർ ചെയ്യുക എന്നുള്ളതാണ് ഇവിടുത്തെ ലക്ഷ്യം. അതുകൊണ്ട് മറ്റൊരു എന്താ പറയുക, നമ്മുടെ സ്വന്തം വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് ഈ ഒരു പ്ലാറ്റ്ഫോമിനെ ഉപയോഗിച്ചുകൊണ്ട്, നിങ്ങൾ യൂസ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ കമ്മ്യൂണിറ്റികളിൽ, നിങ്ങളുടെ ഗ്രൂപ്പുകളിലുള്ള ഫാമിലി മെമ്പേഴ്സ്, ഫ്രണ്ട്സ്, സോഷ്യൽ സർക്കിൾസ് എല്ലാവർക്കും ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. അത് ഇവിടം പബ്ലിക് ആവാൻ അല്ലെങ്കിൽ വളരെ ഫേമസ് ആകുന്നത് ഒന്നും ചെയ്യുന്നതല്ല. നമ്മൾ ഇവിടെ ഒരിക്കലും അങ്ങനത്തെ ആഡ് രീതിയിൽ ഇവിടെ ഒന്നും ചെയ്യാറില്ല, ഇതുവരെ ചെയ്തിട്ടുമില്ല. ഇതിന് നാച്ചുറൽ ആയിട്ടുള്ള ഒരു വളർച്ച മാത്രമേ ഉള്ളൂ. അതും ആളുകളുടെ ആരോഗ്യം മാത്രമാണ് ഇവിടെ ലക്ഷ്യമുള്ളത്. സോ ഈ ഒരു ലക്ഷ്യം, ഈ ഒരു ആശയങ്ങളും വിഷൻ ആൻഡ് മിഷൻസ് കൈമാറിക്കൊണ്ട് ഇന്നത്തെ ക്ലാസ് ആരംഭിക്കട്ടെ. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ ഗസ്റ്റിന് നമ്മൾ വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ക്ലാസ്സുകൾ ആരംഭിക്കുന്നത് ശ്രീ കെ വി ദയാൽ സാർ എഴുതിയിട്ടുള്ള പ്രാർത്ഥന വെച്ചിട്ടാണ്. പ്രാർത്ഥനയും സങ്കല്പവും ഉണ്ട്. ഈ പ്രാർത്ഥനയിലേക്ക് നിങ്ങളെ ഓരോരുത്തരെയും സ്വാഗതം ചെയ്യുന്നു. വരികൾ എഴുതിയിരിക്കുന്നത് ശ്രീ കെ വി ദയാൽ സാറും ഈണം കൊടുത്തിരിക്കുന്നത് ശ്രീ രാംദാസ് വാര്യരുമാണ്. നിങ്ങളെ പ്രാർത്ഥന കേൾക്കാൻ സ്വാഗതം ചെയ്യാണ്. ഒരു 2-3 മിനിറ്റ് നേരത്തേക്ക് വളരെ നമ്മൾക്ക് ശാന്തമായി ഈ ഒരു പ്രാർത്ഥനയിലേക്ക് ഒന്ന് ലയിക്കാം. ജ്യോതിയാണ് ഈശ്വരൻ, ജ്യോതിയാണ് ഈശ്വരൻ, ജ്യോതിയാണ് 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 ഈശ്വരൻ, സ്നേഹമാണ് ഈശ്വരൻ, കരുണയാണ് ഈശ്വരൻ, സ്നേഹമാണ് കരുണയാണ് ജ്യോതിയാണ് ഈശ്വരൻ, നാദമാണ് ഈശ്വരൻ, താളമാണ് ഈശ്വരൻ, നാദമാണ് താളമാണ് ജ്യോതിയാണ് ഈശ്വരൻ, ജ്ഞാനമാണ് ഈശ്വരൻ, ബോധമാണ് ഈശ്വരൻ, ജ്ഞാനമാണ് ബോധമാണ് ജ്യോതിയാണ് ഈശ്വരൻ, ജ്യോതിയാണ് ഈശ്വരൻ, ജ്യോതിയാണ് ഈശ്വരൻ, ജ്യോതിയാണ് 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 ഈശ്വരൻ. ഇതാണ് നമ്മുടെ ഈശ്വര സങ്കല്പം. ഈ ഈശ്വര സങ്കല്പത്തിൽ ഊന്നിക്കൊണ്ടുള്ള ഒരു ഈശ്വര പ്രാർത്ഥനയും ഉണ്ട്, അതും കൂടെ ചൊല്ലാണ്. കരുണാമയനം സ്നേഹസ്വരൂപൻ, ജ്യോതിയായി വിശ്വം വിളങ്ങിടുന്നു, മണ്ണിലും വിണ്ണിലും ബ്രഹ്മാണ്ടത്തിലും ആത്മപ്രപഞ്ചമായി വാണിടുന്നു. കരുണാമയനാം സ്നേഹസ്വരൂപൻ, ജ്യോതിയായി വിശ്വം വിളങ്ങിടുന്നു, മണ്ണിലും വിണ്ണിലും ബ്രഹ്മാണ്ടത്തിലും ആത്മപ്രപഞ്ചമായി വാണിടുന്നു. നാദവും താളവും മേളവുമായി എന്നെ നേരായ പാതയിൽ ആക്കണമേ, ജ്ഞാനവും ബോധവും എന്നിൽ ഉണരുവാൻ ആനന്ദമൂർത്തി കനിയണമേ, കാണാനും കേൾക്കാനും അറിയാനുമായി എന്നെ പാകപ്പെടുത്തണേ പരമ്പൊരുളേ, സത്യവും ധർമ്മം പാലിക്കാൻ എന്നും എനിക്ക് കരുത്തേകണേ, സമ്പത്തും സമയവും പങ്കുവച്ചിടുവാൻ എന്നും എനിക്ക് തുണയാകണേ, എൻ കർമ്മമൊക്കെയും ആകുവാൻ നന്മ വിതയ്ക്കുവാൻ തോന്നണമേ, ഈ ധന്യഭൂമിയിൽ ഭൂജാതയായ എന്നെ കർമ്മങ്ങൾ തീർക്കുവാൻ കനിയണമേ, ഭൂലോകമാകെ ഒരാഘോഷമാക്കുവാൻ പ്രതിനിധിയായ എന്നെ മാനിക്കണേ,
കരുണാമയനാം സ്നേഹസ്വരൂപൻ ജ്യോതിയായി വിശ്വം വിളങ്ങിടുന്നു. മണ്ണിലും വിണ്ണിലും ബ്രഹ്മാണ്ടത്തിലും ആത്മപ്രപഞ്ചമായി വാണിടുന്നു. സ്നേഹവും കരുണയുമാണ് പരിവർത്തനപ്പെട്ട് നാദവും താളവും നമ്മുടെ ജീവിതത്തിലെ നാദവും താളവും ആകുന്നത് എന്നുള്ളതും, ആ നാദവും താളവും പരിവർത്തനപ്പെട്ടാണ് ജ്ഞാനവും ബോധവും ആകുന്നത് എന്നുള്ള ഒരു ആശയമാണ് ഈ പ്രാർത്ഥനയിലൂടെ കൈമാറാൻ ശ്രമിക്കുന്നത്. അപ്പൊ ജ്ഞാനവും ബോധവും ഉള്ള ഒരു തലമുറ ഇന്ന് വളരെ അത്യാവശ്യമാണ്. ആ തലമുറയെ നമുക്ക് വാർത്തെടുക്കാൻ സാധിക്കണമെങ്കിൽ അവരുടെ ഉള്ളില് നിറയ്ക്കേണ്ടുന്ന രണ്ട് കാര്യങ്ങളാണ് പറഞ്ഞു തരുന്നത്, സ്നേഹവും കരുണയും. ആ സ്നേഹവും കരുണയും നമ്മൾ ഓരോരുത്തരുടെയും ഉള്ളിൽ നിറഞ്ഞാൽ മാത്രമേ നമ്മൾക്ക് അടുത്ത തലമുറയിലോട്ട് പോലും കൊടുക്കാൻ പറ്റൂ. അത് നിറയ്ക്കാൻ വേണ്ടി കരുണയുടെ കഥകൾ കേൾക്കാനും കാണാനും ചൊല്ലാനും എഴുതാനും സങ്കല്പിക്കാനുമാണ് സാറ് പറഞ്ഞു തന്നിരിക്കുന്നത്. വളരെ ലളിതമായിട്ടുള്ള ഈ ഒരു സ്റ്റെപ്പ് നമ്മൾക്ക് എല്ലാവർക്കും ഓരോ ദിവസവും നമുക്ക് ചെയ്ത് നമ്മുടെ സ്വന്തം വ്യക്തിത്വങ്ങളിലും ജീവിതത്തിലുള്ള മാറ്റങ്ങൾ കൊണ്ടുവരുത്താൻ സാധിക്കട്ടെ എന്നൊരു ആശംസയോടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാണ്. ഇന്നത്തെ ക്ലാസ്സിന്റെ പ്രത്യേകത, നമ്മൾ ഒരു അവയവത്തിനെ എടുത്ത് അതിനെ വിശദമായിട്ട് പഠിക്കാൻ പോവാ. ലിവർ എന്നൊരു ഓർഗനെയാണ് നമ്മൾ ഇന്ന് എടുത്തിരിക്കുന്നത്, കരളിനെയാണ് എടുത്തിരിക്കുന്നത്. കരളിന്റെ ആരോഗ്യം, അതിന്റെ രോഗങ്ങൾ, അതിന്റെ പരിഹാരങ്ങൾ, നമ്മളൊരു സാധാരണ വ്യക്തി എന്ന നിലയ്ക്ക് തൊട്ട് നമ്മൾ ആരോഗ്യത്തെ പറ്റി വളരെ കീനായിട്ട് ചിന്തിക്കുന്ന ആകാംക്ഷാഭരിതരായിട്ടുള്ള ഓരോരുത്തർക്കും ഇന്നത്തെ സെഷൻ വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും. കാരണം നമ്മുടെ ഗസ്റ്റ് എന്ന് പറയുന്നത് ഈ ഒരു മേഖലയില് കഴിഞ്ഞ ഏകദേശം 20 വർഷത്തിന് മേലായിട്ട് അനുഭവവും വെളിച്ചവും പകർന്നുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. അപ്പൊ ഇത്രയധികം സ്നേഹത്തോടെയും ബഹുമാനത്തോടെയും വളരെ വളരെ ഇഷ്ടത്തോടെയും നമ്മുടെ പ്രിയ സ്റ്റുഡന്റും പ്രിയ ഫാക്കൽറ്റിയുമായിട്ടുള്ള ശ്രീ സുദർശൻ സാറിനെ സ്വാഗതം ചെയ്യാണ്. നമ്മൾ നേരെ സബ്ജക്റ്റിലേക്ക് കടക്കാണ്. ലിവർ, നേരത്തെ പറഞ്ഞ പോലെ എൻ്റെ കരളെ എന്നൊക്കെ പറയുന്നത് അത്രയും ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളത് കാണിക്കാനും കൂടിയാണ്. ലിവർ എന്നുള്ള അവയവമാണ് നമ്മുടെ ആന്തരിക അവയവങ്ങളിൽ ഏറ്റവും വലിയ ഒരു അവയവം. മാത്രമല്ല അതിനൊരു പ്രത്യേകതയുണ്ട്. അതിൻ്റെ ചെറിയൊരു പോർഷൻ 10% മാത്രമേ വർക്ക് ചെയ്യുന്നുള്ളൂ എങ്കിൽ പോലും അത് വീണ്ടും പൂർവ്വസ്ഥിതിയിലാവാനായിക്കൊണ്ട് ലിവറിന് പറ്റും, ഒന്ന് വളരാൻ പറ്റും. ബാക്കി മുറിഞ്ഞു പോയാലും അത് വളർന്ന് വീണ്ടും പഴയതുപോലെ ആ ഒരു ലെവലിലേക്ക് ആവാനായിക്കൊണ്ട് സാധിക്കും. അതൊരു കരളിന് മാത്രമുള്ള ഒരു പ്രത്യേകതയാണ്. അതിന് ആവശ്യമുള്ള ന്യൂട്രീഷ്യൻസും ഫുഡും കൃത്യമായി കൊടുത്താൽ മാത്രം മതി. നേരത്തെ പറഞ്ഞ പോലെ ഈ ലിവർ എന്ന് പറയുന്നൊരു കെമിക്കൽ ഫാക്ടറിയാണ്. നമ്മുടെ ശരീരത്തിലുള്ള കെമിക്കൽ കാര്യങ്ങൾ മുഴുവൻ എൻ്റെ ഒരു ഗുരുനാഥൻ നാരായണ മാഷ് നാച്ചുറോപ്പതിയുടെ എൻ്റെ മാഷാണ്. അപ്പോൾ അദ്ദേഹം വളരെ വിശദമായിട്ട് ഇതിനെക്കുറിച്ച് സംസാരിക്കുന്ന കൂട്ടത്തിൽ അദ്ദേഹം പറഞ്ഞത്, ഒരു പാർലമെൻറ്റ് എന്തൊക്കെയാണ് പാർലമെൻറ്റിൽ വർക്ക് ചെയ്യുന്നത്, എന്തൊക്കെ വർക്കുകളുണ്ട്, അതിൻ്റെ 10 ഇരട്ടി വർക്കുകളാണ് ലിവർ ചെയ്യുന്നത്. ഇതിനകത്തിരുന്ന് ചെയ്യുന്നതുകൊണ്ട് ഒരാളും അറിയുന്നില്ല. നിങ്ങളുടെ ശരീരത്തിനുള്ള ഓരോ വിഷയങ്ങളിലും ലിവർ കൃത്യമായി ഇടപെടുന്നുണ്ട്. അത് കൃത്യമായിട്ട് ശരിയായ രീതിയിൽ ഒരു അപകടവും നിങ്ങൾക്ക് പറ്റാതെ നോക്കുന്നത് ലിവറാണ്. അതുകൊണ്ട് തന്നെ ലിവറിനെ കാത്ത് സംരക്ഷിക്കേണ്ട ചുമതല നമുക്കുണ്ട്. ലിവറിന് എന്തെങ്കിലും കേടുവന്നു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ മൊത്തമായിട്ട് അത് ബാധിക്കും. ചെറിയ പ്രശ്നങ്ങളാണെങ്കിൽ പോലും അത് ബാധിക്കുന്നുള്ളതുകൊണ്ട് ലിവറിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള എല്ലാ നടപടികളും അവനവൻ ഓരോരുത്തരും എടുത്തോളുക. കാരണം അവനവൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ് അത് നന്നായിട്ട് കൊണ്ടു നടക്കേണ്ടത്. ഇനി കൂട്ടത്തിലൊന്നുകൂടി പറയട്ടെ, ലിവർ ശരിയായാൽ ബാക്കി എല്ലാ സംഗതികളും ശരിയാക്കാനും സാധിക്കും. ഞാൻ നിർമ്മലാനന്ദഗിരി സ്വാമിജിയുടെ അദ്ദേഹത്തിൻ്റെ ഇടയ്ക്കിടയ്ക്ക് അദ്ദേഹത്തിന് പ്രഭാഷണം കേൾക്കാനും അദ്ദേഹത്തിനോട് സംശയം ചോദിക്കാനൊക്കെ പോകുമായിരുന്നു വിത്ത് ഫാമിലി, പണ്ട് വർഷങ്ങൾക്ക് മുമ്പ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മരുന്നുകൾക്കൊക്കെ ചില പ്രത്യേകതകളുണ്ട്. അതിനകത്ത് അദ്ദേഹം ശരിക്കും ഊന്നൽ കൊടുക്കുന്നത് ലിവർ ക്ലെൻസിങ്ങിനാണ്. അതിനുള്ള പറ്റുന്ന തരത്തിലുള്ള ആയുർവേദ മരുന്നുകളും ഭക്ഷണ രീതികളും ഒക്കെയാണ് പറഞ്ഞു കൊടുക്കുക. അത് കൃത്യമായിട്ട് ചെയ്തു കഴിഞ്ഞാൽ ലിവർ ക്ലീനിങ് നടക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് മറ്റ് അസുഖങ്ങൾ എല്ലാം മാറിപ്പോകും. അതിൽ പ്രാധാന്യം കൊടുക്കുന്നത് ലിവറിനാണ്. ബാക്കി എല്ലാത്തിനും പ്രാധാന്യം കൊടുക്കുന്നില്ല എന്നല്ല പറഞ്ഞത്. അതിനോടൊപ്പം തന്നെ ലിവർ ക്ലെൻസിങ്ങും കൂടെ അദ്ദേഹത്തിന്
അതിനുള്ള മരുന്നുകളും കൂടെ കൊടുക്കുമായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ലിവറിനെ പഠിക്കുമ്പോൾ അതും കൂടെ പഠിച്ചു കഴിഞ്ഞാൽ കുറച്ചുകൂടി നന്നായിരിക്കും. കാരണം എല്ലാ അസുഖത്തെയും ക്ലിയർ ആക്കണമെങ്കിൽ ലിവർ എന്നുള്ള ഒരു അവയവത്തെ ക്ലെൻസ് ചെയ്താൽ മതി. അതൊരു പ്രത്യേക ഒരു സംഗതിയാണ്. കാരണം ഇതിൻ്റെ ആരോഗ്യം ക്ഷീണിക്കും, അതിന് ക്ഷീണം വരുമ്പോഴാണ് പല പ്രശ്നങ്ങളും വരുന്നത്. ഇനി എന്തൊക്കെയാണ് ലിവർ നല്ല ഹെൽത്തി ആയിട്ടുള്ള ലിവർ ഉള്ള ആളുകളുടെ ലക്ഷണങ്ങൾ? പ്രധാനമായിട്ട് 3 ലക്ഷണങ്ങളാണ് കാണുക. ഒന്ന്, അവരുടെ യൂറിൻ വളരെ ലൈറ്റായിരിക്കും, കടും മഞ്ഞ നിറമോ ഒന്നും ഉണ്ടാവില്ല. സാധാരണ പെയിൽ വൈറ്റാണ് യൂറിൻ്റെ നിറം, സ്ലൈറ്റ്ലി യെല്ലോ ആയിരിക്കും. ആ ഒരു കളറല്ലാതെ കടുത്ത കളറുകളോ മറ്റ് സംഗതികളൊന്നും ഈ യൂറിനിൽ വരില്ല. എങ്കിൽ അത് ലിവറിൻ്റെ നല്ല ആരോഗ്യമുള്ളതിൻ്റെ ലക്ഷണമാണ്. അതുപോലെ മലം ശരിക്കും പോകും. 1 പ്രാവശ്യമോ 2 പ്രാവശ്യമോ കൃത്യമായിട്ട് പോകുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലിവർ കുറച്ചുകൂടി സ്ട്രോങ് ആണ്, അല്ലെങ്കിൽ ഹെൽത്തി ആണെന്ന് മനസ്സിലാക്കാം. അത് ലക്ഷണമാണ് ഹെൽത്തി. മറ്റൊന്ന്, ഒരു ക്ഷീണവും ഉണ്ടാവില്ല. നിങ്ങൾക്ക് രാവിലെ തുടങ്ങി വൈകുന്നേരം വരെ ഉറങ്ങുന്നത് വരെ, രാത്രി ഉറങ്ങുന്നത് വരെയുള്ള സമയം ഒരു ക്ഷീണവുമില്ലാതെ വളരെ എനർജറ്റിക്കായ ലെവലിൽ നിങ്ങൾ ഇരിക്കുന്നുണ്ടെങ്കിൽ അത് നല്ല ലിവറാണ് എന്നുള്ളതിൻ്റെ ലക്ഷണമാണ്. ഈ 3 കാര്യങ്ങളും ഉണ്ടോ, നിങ്ങൾ തീർച്ചയായിട്ടും ഭാഗ്യവാനാണ്. കാരണം നിങ്ങളുടെ ലിവറിന് യാതൊരു ദോഷവുമില്ല, ഒപ്പം തന്നെ യാതൊരു അസുഖങ്ങളും നിങ്ങളെ തേടി വരികയില്ല. അപ്പോൾ ആ 2-3 കാര്യങ്ങൾ ശ്രദ്ധിക്കാം. ഇനി കരളിന് കേടാക്കുന്നത് ആരൊക്കെയാണ്, തകരാറുണ്ടാക്കുന്നത് ആരൊക്കെയാണ്, അത് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. ഒന്ന്, ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി മദ്യമാണ്. കേരളത്തിലാണ് ഭാരതത്തിലെ ഏറ്റവും കൂടുതൽ മദ്യം കഴിക്കുന്ന ആളുകൾ. അതിൽ 1-ാം സ്ഥാനം നമ്മൾ തന്നെയാണ്, കേരളം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ലിവർ രോഗങ്ങൾ വളരെ കലശലായിട്ട് ഉള്ളതും നമ്മൾ തന്നെ. 2, മരുന്ന് തീറ്റയാണ്. ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കുന്ന മരുന്നുകളുടെ ഏകദേശം 18% 20%-ത്തിനടുത്ത് കഴിക്കുന്നത് ഈ കൊച്ചു കേരളത്തിലെ ആളുകളാണ്. ഒന്ന് ആലോചിച്ച് നോക്കുക. നമ്മൾ യൂറോപ്യൻ സ്റ്റാൻഡേർഡിലേക്ക് പോയി കഴിഞ്ഞു വളരെ ഗംഭീരമായി മരുന്നുകൾ കടയിൽ നിന്ന് വാങ്ങിച്ച് കഴിക്കും, ഡോക്ടറെ ഒന്നും കൺസൾട്ടൊന്നും ചെയ്യില്ല. അത്രയ്ക്കും നല്ല നോളജുള്ള ആളുകളാണ് നമ്മൾ. അപ്പം പൊതുവെ പറഞ്ഞാൽ ഈ 2 സംഗതി, മദ്യവും അതുപോലെ തന്നെ മരുന്ന് തീറ്റയും, ഈ 2ഉം ലിവറിനെ കേടാക്കുന്നതാണെന്ന് മനസ്സിലാക്കുക. ഇനി അടുത്ത സംഗതി ഡയബറ്റിക്സ് ആണ്. ഡയബറ്റിക്സ് സ്ഥിരമായിട്ട് നിൽക്കുകയാണെങ്കിൽ നിങ്ങളുടെ ലിവർ കേടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. മറ്റൊരു സംഗതി പ്രോസസ്ഡ് ഫുഡാണ്. പ്രോസസ്സ് ചെയ്ത ഫുഡിനകത്ത് പല ഇൻഗ്രീഡിയൻസിനും ലിവറിന് ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണ്. അതിലൊന്നാണ് പ്രിസർവേറ്റീവ്സ് പറഞ്ഞ സാധനം. പ്രിസർവേറ്റീവ്സ് പൊതുവെ വിഷം തന്നെയാണ്. നമ്മൾ വിചാരിക്കുന്നത് പോലെ അത് ഒരു വസ്തു കേടായില്ല, ജിലേബി കേടായില്ല, 1 മാസം ഇരുന്നിട്ടും യാതൊരു കേടുമില്ല, നല്ല ജിലേബിയാണ് എന്ന് പറയാൻ വരട്ടെ. പണ്ടൊക്കെ എൻ്റെയൊക്കെ ചെറുപ്പകാലങ്ങളിൽ ജിലേബിയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ, മൈസൂർ പാവൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ലഡുവൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ, എന്തെങ്കിലുമൊക്കെ പലഹാരം ഉണ്ടാക്കുന്ന സമയത്ത് അത് 2 ദിവസം അല്ലെങ്കിൽ 3 ദിവസം ഇരിക്കുള്ളൂ. 4-ാം ദിവസം അത് പൂപ്പൽ വരും, നൂല് പോലൊരു സംഗതി വരും, അത് കേടാവും, എടുത്ത് വലിച്ചെറിയാനേ പറ്റുള്ളൂ, വേസ്റ്റ് ബോക്സിലിടും. അതിന് പകരം ഇന്ന് മാസങ്ങളോളം കേടുവരാതിരിക്കുന്ന ഒരുപാട് ഭക്ഷണ സാധനങ്ങൾ. ഇതെങ്ങനെയാണ് സംഭവിക്കുന്നത് വെച്ചാൽ, ഇതിനകത്ത് ഈ ഫുഡ് ഉണ്ടാക്കുമ്പോൾ തന്നെ പ്രിസർവേറ്റീവ്സ് എന്ന് പറയുന്ന ഒരു വിഷമുണ്ട്. അത് ചെറിയ അളവിൽ ചേർക്കും, ഒരു നുള്ളേ ഇടുള്ളൂ. അപ്പം ഈ ലഡുവോ അല്ലെങ്കിൽ ജിലേബിയോ ഒക്കെ 1 മാസമോ 2 മാസമോ കേടുവരാതിരിക്കും. എന്ന് പറഞ്ഞാൽ പൂപ്പൽ വളരുന്ന സാധനം അതിനകത്ത് വരില്ല, ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ഉണ്ടാവില്ല. കാരണം ബാക്ടീരിയ അവിടെ വന്നു കഴിഞ്ഞാൽ ബാക്ടീരിയക്ക് അറിയാം അത് ചാവുന്നു, അതുകൊണ്ട് ബാക്ടീരിയ അവിടെ വരില്ല. പക്ഷെ മനുഷ്യനറിയില്ല. അപ്പോൾ മനുഷ്യൻ അത് കഴിക്കും, അവനെല്ലാതരം രോഗങ്ങളും വരും, ആദ്യം അവൻ്റെ ലിവർ കേടാവും. അപ്പോൾ പ്രിസർവേറ്റീവ്സ് എന്ന് പറഞ്ഞ സംഗതി പ്രോസസ്ഡ് ഫുഡുകളിൽ എല്ലാത്തിലും തന്നെ ഉണ്ട്. അത് നമുക്ക് നല്ലതല്ല. പിന്നെ വറുത്ത സാധനങ്ങൾ എല്ലാം ലിവറിനെ പ്രശ്നം ഉണ്ടാക്കുന്നതാണ്, കേടുവരുത്തുന്നതാണ് എല്ലാ സംഗതികളും. അപ്പം ഇനി അങ്ങനെ വറുത്തത് കഴിക്കണം എന്ന് തോന്നുകയാണെങ്കിൽ ശക്കലെടുത്ത് കഴിക്കുക. നമ്മൾ ശീലിച്ചത് കൊണ്ട് പലപ്പോഴും പല പ്രലോഭനങ്ങളും ഉണ്ടാവും. ചില സാധനങ്ങൾ കാണുമ്പോൾ ഒന്ന് കുറയ്ക്കണം അല്ലെങ്കിൽ കടിക്കണം എന്നൊക്കെ തോന്നും. അങ്ങനെ തോന്നൽ വളരെ ശക്തമാണെങ്കിൽ ശകലം എടുത്ത് കടിച്ചോളുക.
ആ സാറ്റിസ്ഫൈഡ് ആവുക, ആ ചെറിയതിൽ തന്നെ സാറ്റിസ്ഫൈഡ് ആയിട്ട് നിർത്തിക്കൊള്ളുക. അല്ലാതെ സ്ഥിരമായിട്ട് അത് കഴിക്കരുത്, വലിയ അളവിൽ പ്രത്യേകിച്ച് കഴിക്കരുത്, ലിവർ കേടാവും. ഇനി ഷുഗർ നിറച്ചിട്ട് ഉള്ള ഒരുപാട് ഡ്രിങ്ക്സ് നമ്മൾ കഴിക്കേണ്ടത്. നാരങ്ങ വെള്ളം നല്ലതാണ്. നാരങ്ങ വെള്ളം കുടിക്കുമ്പോൾ അത് തേനൊഴിച്ചിട്ട് കഴിക്കുകയാണെങ്കിൽ യാതൊരു പ്രശ്നമില്ല. ചക്കര ഇട്ടിട്ടാണ് കഴിക്കുന്നതെങ്കിൽ ഒരു പ്രശ്നമില്ല. പനം ചക്കരയോ തെങ്ങിൻ ചക്കരയോ ഒക്കെ നമുക്ക് ഉപയോഗിക്കാം. അതേസമയം നമ്മൾ വൈറ്റ് ഷുഗറാണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ അത് ലിവറിനെ കേടാക്കുന്ന ഒരു സാധനമാണ് എന്ന് മനസ്സിലാക്കുക. അതുപോലെ ഭക്ഷണം കഴിക്കുന്നതോടൊപ്പം തന്നെ നമ്മൾ സാധാരണയിൽ ചെറിയ അളവിൽ വെള്ളം കുടിക്കണം, ചെറിയ അളവിൽ. അത് മാത്രമല്ല, പിന്നെ നമുക്ക് ഒരു ദിവസം എന്ന് പറയുന്നത് 10 ഗ്ലാസ് വെള്ളമെങ്കിലും കുടിക്കണം. പ്രത്യേകിച്ച് ഇപ്പോൾ വേനൽക്കാലമാണ്, 10 ഗ്ലാസ് പോരാ, 12-13 ഗ്ലാസ് വെള്ളം കുടിക്കണം. വെള്ളം തീരെ കുടിക്കാത്ത ആളുകൾ ധാരാളമുണ്ട്. തീരെ വെള്ളം കുടിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ഈ കെമിക്കൽ ഫാക്ടറി ആയതുകൊണ്ട് ഇവിടെ വെള്ളം കൊണ്ട് ക്ലീൻ ചെയ്തിട്ട് ഇത് സാധനങ്ങൾ മുഴുവൻ പൊടിച്ച് റെഡിയാക്കി അത് ഡീടോക്സിഫൈ ചെയ്ത് അത് നേരെ കരളത് ലിവറിനെ കരളത് കിഡ്നീനെ ഏൽപ്പിച്ച് കിഡ്നിയാണ് അത് വാഷ് ഔട്ട് ചെയ്ത് പുറത്ത് കളയുന്നത്. അതിന് ധാരാളം വെള്ളം ആവശ്യമുണ്ട്. വെള്ളം തീരെ കഴിക്കാത്ത ആളുകളുടെ ലിവറിന് കേട് സംഭവിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പിന്നെയുള്ള സംഗതി സാൾട്ടി ഫുഡാണ്. ഉപ്പ് കൂടുതൽ എത്രത്തോളം കഴിക്കുന്നു, ഉപ്പിലിട്ടത്, അച്ചാറ്, ഇതെല്ലാം എത്ര കൂടുതൽ കഴിക്കുന്നുവോ അതൊക്കെ നിങ്ങളുടെ ലിവറിന് തകരാറുണ്ടാക്കും. അതുകൊണ്ട് ഉപ്പ് ആവശ്യമുണ്ടോ? ചെറിയ അളവിലേ ആവശ്യമുള്ളൂ. അത് വളരെ മൈന്യൂട്ടായിട്ടുള്ള അളവിലാണ് നമുക്ക് ആവശ്യമുള്ളത്, അത്രേ കഴിക്കാവൂ. 1 ഗ്രാം സോഡിയം ക്ലോറൈഡ് അല്ലെങ്കിൽ 2 ഗ്രാം, ഇത്രയൊക്കെ ആവശ്യമുള്ളൂ. നമ്മൾ പക്ഷെ അതല്ല കഴിക്കുന്നത്, വളരെ കൂടുതൽ കഴിക്കാറുണ്ട്. മറ്റൊന്ന് ഫാസ്റ്റ് ഫുഡാണ്. ഫാസ്റ്റ് ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ വളരെ ഫാസ്റ്റായിട്ട് തന്നെ നമ്മൾ ജീവിതം അവസാനിപ്പിക്കേണ്ടി വരും. അതുകൊണ്ട് അത് ആദ്യം പ്രശ്നം ഉണ്ടാക്കുന്നത് ലിവറിനെ തന്നെയാണ്. അതുകൊണ്ട് ഫാസ്റ്റ് ഫുഡ് നമ്മൾ ഒഴിവാക്കുക. മറ്റൊന്ന് അതാണ് കരളിന് തകരാറുണ്ടാക്കണമെന്നാണ് പറയുന്നത്. ആർട്ടിഫിഷ്യൽ സ്വീറ്റ്, അതായത് പഞ്ചസാരയ്ക്ക് പകരം സാക്കറിൻ പോലുള്ള ഒരുപാട് കെമിക്കൽസ് ഉപയോഗിക്കുന്നുണ്ട് മധുരം ചേർക്കാനായിക്കോട്ടെ, ഐസ്ക്രീമിലായിക്കോട്ടെ, അല്ലെങ്കിൽ പലതരത്തിലുള്ള ഫുഡുകളിലായിക്കോട്ടെ, അതുപോലെ കോള കുപ്പികളിലൊക്കെ തന്നെ പഞ്ചസാരയ്ക്ക് പകരം ഉപയോഗിക്കുന്നത് ആർട്ടിഫിഷ്യൽ സ്വീറ്റ്നേഴ്സാണ്. അതെല്ലാം ലിവറിനെ കേടാക്കുന്നതാണ്. അതെല്ലാം കെമിക്കൽസ് ആയതുകൊണ്ടാണ് അത് ലിവറിനെ തകരാറാക്കുന്നത്. അപ്പോൾ അത് ലിവറിനെ തകരാറാക്കുന്നത് മനസ്സിലാക്കിയിട്ട് അതിനെ പരിമിതപ്പെടുത്തുക എന്നുള്ളത് ശ്രദ്ധിക്കുക. ഇനി റിഫൈൻഡ് ഗ്രെയിൻസ്, വെളുപ്പിച്ച അരിയോ അല്ലെങ്കിൽ മൈദയോ അല്ലെങ്കിൽ പോളിഷ്ഡ് ആയിട്ടുള്ള മില്ലറ്റ്സോ, ഇത് ഒക്കെ നമ്മൾ കഴിക്കുമ്പോൾ വെളുപ്പിച്ച അരി, ഒരു അരിയുടെ അകത്തുള്ള സാധനങ്ങളിൽ എന്തെങ്കിലുമൊക്കെ ഡിഫക്റ്റ് ഉണ്ടെങ്കിൽ അതിനെ കറക്റ്റ് ചെയ്യാനായിക്കൊണ്ട് ഉള്ള കുറേ സാധനങ്ങൾ അതിൻ്റെ തവിടിലുണ്ടാവും. തവിടിൽ omega-3 ഫാറ്റി ആസിഡ് ഉണ്ട്, അതുപോലെ അയോഡിൻ ഉണ്ട്, പലതരത്തിലുള്ള മിനറൽസ് ഉണ്ട്, ഇത്രയും പ്രോട്ടീൻ വരെ ഉണ്ട്, ഓയിലുണ്ട്, ഇതെല്ലാം ഉണ്ട്. സമ്പുഷ്ടമാണ് അരിയുടെ തവിട്. ആ തവിട് കംപ്ലീറ്റ് പുറത്ത് കളഞ്ഞ് വെളുപ്പിച്ച് നല്ല വെളുത്ത് കുട്ടപ്പനായിട്ടുള്ള അരിയാണ് നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നതെങ്കിൽ അത് റിഫൈൻഡ് ഗ്രെയിൻ ആയതുകൊണ്ട് തന്നെ ലിവറിനെ അത് കേടാക്കും. അത് തന്നെ മൈദയും ചെയ്യുന്നത്, മൈദയും ലിവറിനെ കേടാക്കും. പോളിഷ്ഡ് മില്ലറ്റ്സും, നമ്മൾ മില്ലറ്റ്സ് വാങ്ങിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, അൺപോളിഷ്ഡ് മില്ലറ്റ്സേ വാങ്ങിക്കാവൂ, അതിനകത്തെ ഗുണമുള്ളൂ. അതാണ് മെഡിസിനൽ മില്ലറ്റ്സൊക്കെ വാങ്ങിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, അൺപോളിഷ്ഡ് മാത്രമേ വാങ്ങിക്കാവൂ. അത് വെള്ളത്തിൽ കുതിർത്ത് 8 മണിക്കൂർ കുതിർത്തതിന് ശേഷം കഴിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ലിവർ സ്ട്രോങ് ആയിരിക്കും. പലതരത്തിലുള്ള ഗുണങ്ങളും അതിനകത്തുണ്ട്. അത് നമ്മൾ വിശദമായിട്ട് ഒരിക്കൽ സംസാരിച്ചാണ്. അടുത്തത് റെഡ് മീറ്റാണ്, ചുമന്ന നിറത്തിലുള്ള ഇറച്ചി. അത് പ്രത്യേകിച്ച് ഹൈ സാച്ചുറേറ്റഡ് ഫാറ്റ് ആയതുകൊണ്ടാണ് അത് തകരാറുണ്ടാക്കുന്നത്. ലിവറിന് ചിലപ്പോൾ ബുദ്ധിമുട്ട് ഉണ്ടാക്കാൻ സാധ്യത വളരെ കൂടുതലാണ് റെഡ് മീറ്റ്. ഇനി നമ്മുടെ വീട്ടിനകത്ത് ഉപയോഗിക്കുന്ന പല കെമിക്കൽ സാധനങ്ങൾ, പ്രത്യേകിച്ച് ലക്ഷ്മണരേഖ പലപ്പോഴും ഉപയോഗിക്കുന്നത്, ഹിറ്റ്, അതുപോലെ ഉറുമ്പ് പൊടികൾ, BHC പൊടി എന്ന് പറയുന്ന സാധനം, അല്ലെങ്കിൽ DDT പറയുന്ന സാധനം, ഇതൊക്കെ നമ്മൾ സ്ഥിരമായിട്ട് നമ്മുടെ വീടിനകത്ത് ഉപയോഗിക്കുന്നുണ്ട്. ലക്ഷ്മണരേഖയൊക്കെ അടുക്കളയിൽ പല ഭാഗത്തും വെറുതെ അങ്ങ് വരയ്ക്കും, അലസമായിട്ടാണ്, ഒരു ശ്രദ്ധയില്ലാണ്ടാണ് അത് വരയ്ക്കുക. ഒരു കാറ്റടിച്ചാൽ ഒന്ന് വൃത്തിയാക്കിയാൽ അതൊക്കെ പൊടിയായിട്ട് അന്തരീക്ഷത്തിൽ ഇങ്ങനെ ഇരിക്കും. അത് ഫുഡിലൊക്കെ പെട്ട് കഴിഞ്ഞാൽ ഇതൊക്കെ വിഷമായിട്ട് വരും. ഇത് ലിവർ ഒരുപാട് കഷ്ടപ്പെടും, ലിവർ ക്ഷീണിക്കും, അല്ലാതെ ബുദ്ധിമുട്ടുണ്ടാകും. അപ്പോൾ കെമിക്കൽ ആയിട്ടുള്ള എല്ലാം പ്രശ്നങ്ങളാണ് എന്ന് മനസ്സിലാക്കുക.
പിന്നെ മറ്റൊന്ന് സാധനം അസിഡിറ്റിയാണ്. അസിഡിറ്റി വളരെ കൂടിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അസിഡിറ്റി കൂടിക്കഴിഞ്ഞാൽ ബ്ലഡ് അസിഡിക് ആവും. ബ്ലഡ് അസിഡിക് ആയി കഴിഞ്ഞാൽ ആ ബ്ലഡ് ഒഴുകുന്ന ഞരമ്പുകളുടെ ഉള്ളിൽ തകരാറുണ്ടാകാൻ സാധ്യതയുള്ളതുകൊണ്ട് ലിവർ കൊളസ്ട്രോൾ ഉൽപ്പാദിപ്പിക്കും. ഒപ്പം തന്നെ ആ ലിവർ ഉണ്ടാക്കിയ കൊളസ്ട്രോൾ ഉപയോഗിച്ചുകൊണ്ട് ഞരമ്പുകളുടെ ഉൾവശം ഒന്ന് പെയിന്റ് അടിക്കും. അപ്പോൾ ഉൾവശം കേടാവില്ല. അങ്ങനെ സ്ഥിരമായിട്ട് ആസിഡ് രക്തമാണ് ഒഴുകുന്നതെങ്കിൽ സ്ഥിരമായിട്ട് എല്ലാ ഞരമ്പുകളുടെ ഉൾവശവും ഇങ്ങനെ പെയിന്റ് അടിച്ച് അത് പെയിന്റിന്റെ കട്ടി കൂടി അതിൻ്റെ വായവട്ടം കുറഞ്ഞു വരികയും പ്രഷർ കൂടുകയും ചെയ്യും. BP ഓട്ടോമാറ്റിക്കായിട്ട് വരും. പിന്നെ സ്ഥിരമായിട്ട് ഇതാണ് സ്ഥിതിയെങ്കിൽ ലിവറിന് മനസ്സിലാവും ഇത് ഇയാളുടെ പറഞ്ഞിട്ട് കാര്യമില്ല, അതുകൊണ്ട് കൂടുതൽ കൊളസ്ട്രോൾ ഉണ്ടാക്കി വെക്കുന്നതാണ് നല്ലത് എന്ന് കരുതി ലിവർ ഫാറ്റി ലിവർ ആവും. എന്ന് പറഞ്ഞാൽ കൊളസ്ട്രോൾ കൂടുതലായിട്ട് ഉൽപ്പാദിപ്പിച്ച് ലിവറിൽ അത് സ്റ്റോക്ക് ചെയ്ത് വെക്കും. അങ്ങനെ സ്റ്റോക്ക് ചെയ്ത് വെക്കുമ്പോഴാണ് നമ്മൾ ഫാറ്റി ലിവർ എന്ന് പറയാം. അങ്ങനെ വരുമ്പോൾ അതൊരു ലിവറിന് വലിയ താങ്ങാവുന്നതിലും അധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്നൊരു പ്രശ്നമായിട്ട് വരാൻ സാധ്യതയുണ്ട്. ഇനി ലിവർ ഡീടോക്സിഫൈ ചെയ്യുന്ന ഭക്ഷണ സാധനങ്ങൾ കുറേ ഭക്ഷണ സാധനങ്ങൾ കഴിക്കുമ്പോൾ നമ്മളത് ലിവറിനെ ശരിയാക്കാനായിക്കൊണ്ട് സാധിക്കും. അങ്ങനെയുള്ള കുറേ ഭക്ഷണ സാധനങ്ങളെക്കുറിച്ച്, നമ്മൾ പച്ചക്കറികളെക്കുറിച്ചൊക്കെ നമുക്ക് ഒരു ധാരണ ഉണ്ടാവും. അതിൽ ഒന്ന് ഇലക്കറികളാണ്. ഇലക്കറികൾ എപ്പോഴും വൈറ്റമിൻ ഇ ധാരാളം ഉള്ളതാണ്. അതുകൊണ്ട് തന്നെ വൈറ്റമിൻ ഇ പൊതുവെ നമ്മുടെ ശരീരത്തിൽ ആവശ്യമുള്ളതുകൊണ്ട് ലിവർ ശരിയാക്കാൻ ഉള്ള വൈറ്റമിൻസിൻ്റെ കൂട്ടത്തിൽ വൈറ്റമിൻ B12 ഉണ്ട്, അതുപോലെ B9 അതുകൊണ്ട് അതൊക്കെ ലിവറിനെ ശരിയാക്കുന്നതാണ്. വൈറ്റമിൻ സി ആൻറ്റി ഓക്സിഡൻ്റ് ആണ്, നമുക്കറിയാം. പ്രതിരോധ ശക്തിക്ക് ഏറ്റവും നല്ലത് വൈറ്റമിൻ സി ആണെന്നറിയാം. അത് അത്യാവശ്യമായിട്ട് എല്ലാ ദിവസവും കൃത്യമായിട്ട് കഴിച്ചുകൊണ്ടിരിക്കേണ്ട സാധനമാണ്. ഇനി അത് ഒട്ടും കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ സിന്തറ്റിക് ഉപയോഗിക്കേണ്ടി വരും. പക്ഷെ അതിനേക്കാളേറെ ഭക്ഷണത്തിൽ നമുക്ക് കിട്ടുമോ എന്ന് നോക്കണം. വൈറ്റമിൻ സി അത്യാവശ്യമാണ്. എല്ലാ ദിവസവും നമ്മൾ വൈറ്റമിൻ സി കഴിച്ചിരിക്കണം. അതുപോലെ വൈറ്റമിൻ ഡി ആവശ്യത്തിന് കൃത്യമായിട്ട് ഉണ്ടായിരിക്കണം, ഇല്ലെങ്കിൽ ലിവർ തകരാറാവാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ വൈറ്റമിൻ ഇ, ഞാനിപ്പോൾ ഇയെ കുറിച്ചാണ് പറഞ്ഞത്. ആൻറ്റി ഓക്സിഡൻ്റ് ആണ് വൈറ്റമിൻ ഇയും. പക്ഷെ അത് കിട്ടുന്നത് പലപ്പോഴും ലീഫി വെജിറ്റബിൾസ് നിന്നാണ്. അപ്പോൾ അതുകൊണ്ട് ഇലക്കറികൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഡെയിലി ഇലക്കറികൾ കഴിക്കാൻ ശ്രമിക്കണം. ഇല്ലെങ്കിൽ പുതിയ ജനറേഷൻ കുട്ടികൾ പൊതുവെ ഈ ഇലക്കറികൾ ഒട്ടും കഴിക്കാറില്ല. അതുകൊണ്ട് തന്നെ അവരുടെ ലിവർ പ്രശ്നമാണ്. ചില ആളുകൾക്ക് നമുക്ക് കണ്ടിട്ടുണ്ട്, എന്നോട് അടുത്തേക്ക് വന്ന് ഈ ചില പ്രശ്നങ്ങൾ പറയുന്ന അമ്മമാരുണ്ട്. അവർ പറയും കുട്ടി ഒരു ഉരുള കഴിച്ചാൽ 2 ഉരുള കഴിച്ചാൽ മതി എന്നാണ് തോന്നുന്നു. പിന്നെ അവന് കഴിക്കാനുള്ള ടെൻഡൻസി ഇല്ല, ഒട്ടുമില്ല, വിശപ്പില്ല. അപ്പം അതിന് എന്താണ് കാരണം എന്ന് ചോദിച്ചാൽ ഞാൻ പറയും അത് ലിവറിൻ്റെ തകരാറാണ്. ലിവറിന് എന്തോ ഒരു വലിയ പ്രശ്നം പറ്റിയിട്ടുണ്ട്. അത് കറക്റ്റ് ആയെങ്കിൽ മാത്രമേ അവന് അപ്പിറ്റൈറ്റ് വിശപ്പ് ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ അവന് വിശപ്പില്ല. വിശക്കാതിരുന്ന അവന് ഭക്ഷണം കഴിക്കാൻ പറ്റില്ല, അവന് ആരോഗ്യം ഉണ്ടാവില്ല. വലിയ പ്രശ്നമാണ്. അപ്പം വിശക്കണമെങ്കിൽ ലിവർ കറക്റ്റായിരിക്കണം എന്ന് മനസ്സിലാക്കുക. പുതിയ ജനറേഷൻ ഇലക്കറികളൊന്നും ഒട്ടും കഴിക്കാത്ത ആളുകളാണ്. അവരെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് ഇലക്കറികൾ കഴിക്കണം. അത് ക്യാബേജ് അല്ല കഴിക്കേണ്ടത്. ക്യാബേജൊക്കെ കഴിക്കുമ്പോൾ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. ഗോയിട്രോജിൻ എന്ന് പറയുന്ന ഒരു വസ്തു കോളിഫ്ലവറിലും അതുപോലെ തന്നെ ഇതിലും മുട്ടക്കോസിലും ഉണ്ട്. അത് പ്രത്യേകിച്ച് പെൺകുട്ടികൾക്ക് ദോഷം ചെയ്യുന്ന സാധനമാണ്. ഇത് മാത്രമല്ല പ്രശ്നം വരുന്നത്, അതായത് എന്താ പറയുക, അയോഡിനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പ്രശ്നമാണ് ഈ ഗോയിട്രോജിൻ. ഉള്ള അയോഡിനെ അത് മുഴുവൻ നശിപ്പിച്ച് കളയും. അപ്പം തൈറോയിഡ് പ്രശ്നങ്ങൾ വരാൻ സാധ്യത വളരെ കൂടുതലാണ്. തൊണ്ടമഴ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതൊരു വശം. മറ്റൊരു വശം, ഈ ഗോയിട്രോജിൻ വന്നിട്ട് എവിടെ ഡെപ്പോസിറ്റ് ചെയ്യും, അത് ഒരു വശമാണ്. ഇത് ഡെപ്പോസിറ്റ് ചെയ്യാനായിക്കൊണ്ട് പ്രത്യേകിച്ച് ശരീരത്തിൽ ബാക്കിയുള്ള ഭാഗത്തൊന്നും പറ്റാത്തതുകൊണ്ട് പെൺകുട്ടികൾക്ക് ചെറുപ്പത്തിൽ തന്നെ അത് ബ്രസ്റ്റിലായിരിക്കും അത് കളക്ട് ചെയ്ത് വയ്ക്കുക. അങ്ങനെ കുറച്ച് കാലം കഴിയുമ്പോൾ അവസാനം ബ്രസ്റ്റിൽ മുഴ വന്നു, അല്ലെങ്കിൽ ബ്രസ്റ്റിൽ എന്തെങ്കിലും പ്രശ്നം വന്നു, അവസാനം വലിയ പ്രശ്നമായിട്ട് മാറും. അപ്പോൾ ഇത് 2 സാധനങ്ങളും ശീതകാല
പച്ചക്കറികളാണ്. ഇതൊക്കെ ശൈത്യമുള്ള സ്ഥലങ്ങളിൽ കഴിക്കാം, പ്രശ്നമില്ല. പക്ഷെ നമ്മൾ എന്താ പറയുക, ഇക്വറ്റോർ റീജിയൻ്റെ പരിസരങ്ങളിലാണ് നമ്മൾ ജീവിക്കുന്നത് എന്ന് ഓർമ്മ വേണം. ഹൈ ലെവലിലുള്ള ചൂടാണ് ഇവിടെയുള്ളത്. 40-42 ഡിഗ്രി സെൽഷ്യസിൽ നല്ല ചൂടിലാണ് നമ്മൾ ജീവിക്കുന്നതെന്ന് ഓർമ്മ വേണം. അപ്പോൾ അവിടെ നമുക്ക് ഇത്തരം പച്ചക്കറികളല്ല ഉപയോഗിക്കേണ്ടത്. പകരം നമ്മളിവിടെ ചക്കയും മാങ്ങയും നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ചീരയും അതുപോലുള്ള മുരിങ്ങ, ചീര, ചേമ്പിൻ്റെ താള്, ചേമ്പിൻ്റെ ഇല, അത്തരത്തിലുള്ള സാധനങ്ങൾ ധാരാളമുണ്ട്. ഇതുപോലുള്ള ലീഫി വെജിറ്റബിൾസ് അതൊക്കെ നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ തന്നെ എത്ര തരം ചീരവർഗ്ഗങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. 10-15 തരത്തിലുള്ള ലീഫി വെജിറ്റബിൾസ് നമുക്ക് കഴിക്കാൻ പറ്റും. അതൊക്കെ ഉപയോഗപ്പെടുത്തി കഴിഞ്ഞാൽ മാറി മാറി എല്ലാ ദിവസവും ഒരെണ്ണമെങ്കിലും കഴിക്കുമെന്ന് ഉറപ്പ് വരുത്താം. ലിവർ താനെ ശരിയായിക്കോളും. മറ്റൊരു സാധനം ലിവർ ഡീടോക്സിഫൈ ചെയ്യാൻ സഹായിക്കുന്ന സാധനമാണ് അവക്കാഡോ. അവക്കാഡോ ഫ്രൂട്ടാണ്. ഫ്രൂട്ട് അതിൽ ഫാറ്റ് ധാരാളമുണ്ട് ഉള്ള ഫ്രൂട്ടാണ്. ആ ഫാറ്റ് വാട്ടർ സോളിബിളാണ്. അതുകൊണ്ട് തന്നെ വളരെ നല്ല ഒരു ഫാറ്റ് ആയതുകൊണ്ട് അത് ലിവറിനെ ഒട്ടും തന്നെ ബാധിക്കില്ല. മാത്രമല്ല ലിവറെ ക്ലീൻ ചെയ്യാനായിക്കൊണ്ട് സഹായിക്കുന്ന ഒന്ന് തന്നെയാണ്. അതാണ് പറയുന്നത്. പിന്നെ ബ്രോക്കോളി, അത് ലിവറിനെ സഹായിക്കുന്നതാണ്. അതുപോലെ കോളിഫ്ലവർ ഞാൻ നേരത്തെ പറഞ്ഞു, കോളിഫ്ലവറിന് ചില പ്രശ്നങ്ങളുണ്ട്. പക്ഷേ അതിനകത്തുള്ള വൈറ്റമിൻ ഇ ഉള്ളത് കൊണ്ട് ആ വൈറ്റമിൻ ഇ ഇതിനെ സഹായിക്കുന്നു. ഇനി ഗാർലിക്, വെളുത്തുള്ളി എന്ന് പറയുന്ന സാധനം ലിവറിനെ നന്നായിട്ട് സഹായിക്കുന്നതാണ്. ഗ്രീൻ ടീ, ഓർഗാനിക് ഗ്രീൻ ടീ കിട്ടുമെങ്കിൽ അത് കഴിക്കാം. അത് ലിവറിനെ സഹായിക്കും. കാപ്പിയും അതുപോലെ സഹായിക്കും കേട്ടോ. കോഫിയും അതിനകത്ത് വരുന്നതാണ്. ഇനി മഞ്ഞൾ, ഇന്ത്യൻ ഫുഡിൽ മഞ്ഞൾ, അത് കുരുമുളകിൻ്റെ കൂടെ കഴിക്കുമ്പോൾ കുറച്ചുകൂടി കൂടുതൽ ഇഫക്റ്റാണ്. അത് ലിവറിനെ നന്നായിട്ട് ക്ലെൻസ് ചെയ്യാനായിക്കൊണ്ട് അല്ലെങ്കിൽ നന്നാക്കാനായിക്കൊണ്ട് സഹായിക്കും. ആപ്പിൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മാങ്ങയും അതുപോലെ തന്നെ കേട്ടോ. മാങ്ങയ്ക്കകത്തും ആപ്പിളിനകത്തും ഒരേ തരത്തിലുള്ള ചില കെമിക്കൽ സാധനങ്ങൾ, മിനറൽസ് അടങ്ങിയിട്ടുണ്ട്. അത് ലിവറിനെ ശരിയാക്കാനായിക്കൊണ്ട് സഹായിക്കും. ആപ്പിൾ ട്രീറ്റ്മെൻ്റ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് പിന്നീട് ഒരു അവസരത്തിൽ പറയാം. ലിവർ വളരെ വേഗത്തിൽ ഒരാഴ്ച കൊണ്ട് അല്ലെങ്കിൽ 10 ദിവസം കൊണ്ട് ക്ലീൻ ചെയ്യാനായിക്കൊണ്ട് സഹായിക്കുന്ന സാധനമാണ് ഈ ആപ്പിൾ ട്രീറ്റ്മെൻറ്റ്. അതൊക്കെ നമുക്ക് ഉപയോഗപ്പെടുത്താം. മറ്റൊന്ന് നാരങ്ങ വർഗ്ഗമാണ്. വൈറ്റമിൻ സി ധാരാളം അടങ്ങിയിട്ടുള്ള നാരങ്ങ വർഗ്ഗമാണ്. വൈറ്റമിൻ സി പൊതുവെ ലിവറിനെ സഹായിക്കുന്ന സാധനമാണ്. അതുകൊണ്ട് തന്നെ അത് നല്ലതാണ്. ബീട്രൂട്ട് സഹായിക്കും. ബീട്രൂട്ടിന് പ്രത്യേകിച്ച് ധാരാളം ഫൈബർ ഉള്ളതാണ്. അതുകൊണ്ട് തന്നെ ആ ഫൈബർ റിച്ച് ആയതുകൊണ്ട് മോഷൻ കറക്റ്റ് ആക്കാൻ പറ്റും. മോഷൻ കറക്റ്റ് ആകുമ്പോൾ ഓട്ടോമാറ്റിക് ലിവർ കറക്റ്റ് ആവും. ഇനി ഗ്രേപ്സ്, മുന്തിരിയും സഹായിക്കും. പിന്നെ ബെറീസ്, എല്ലാ ബെറീസും ഇതിനെ സഹായിക്കുന്നതാണ്. സ്ട്രോബെറിയോ അല്ലെങ്കിൽ ബ്ലാക്ക്ബെറിയോ ബ്ലൂബെറിയോ അതുപോലെ നമ്മുടെ നെല്ലിക്ക, അതും ഒക്കെ സഹായിക്കുന്നതാണ്. ഇതിനൊക്കെ പുറമെ സ്പ്രൗട്ട്സ് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുകയാണെങ്കിൽ ലിവർ കുറച്ചുകൂടി നന്നാവാൻ സാധ്യതയുണ്ട്. സ്പ്രൗട്ട്സ് ഏതെങ്കിലുമൊക്കെ ചെറുപയറോ അല്ലെങ്കിൽ ഉലുവയൊക്കെ മുളപ്പിച്ച് നമ്മൾ കറി വെച്ച് കഴിക്കുകയാണെങ്കിൽ അത് കുറച്ചുകൂടി ബെറ്ററാണ്. അതിന് കറി വയ്ക്കണമെന്നില്ല, കറി വയ്ക്കാതെയും നമുക്ക് കഴിക്കാം. പച്ച ഒരു സ്പൂണൊക്കെ, ഒരു ടേബിൾ സ്പൂണൊക്കെ കഴിക്കാം. നിലക്കടലയൊക്കെ സ്പ്രൗട്ട് ചെയ്ത് കഴിക്കുമ്പോൾ കുറച്ചുകൂടി ഇഫക്റ്റീവാണത്. അങ്ങനെ ചില ഗുണങ്ങളൊക്കെ ഉണ്ട്. ഇനി അടുത്തത് ഫാറ്റി ലിവറുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ്. ഫാറ്റി ലിവറിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന് മലബന്ധമാണ്. കടുത്ത മലബന്ധം സ്ഥിരമായിട്ടുണ്ടാവും ഫാറ്റി ലിവറുള്ള ആൾക്ക്. ഹൈ BP ആയിരിക്കും. BP വളരെ കൂടുതലായിട്ട് നിൽക്കുന്നത് കാണാം. അതുപോലെ യൂറിൻ ആണെങ്കിൽ ഡാർക്ക് യെല്ലോ ആയിരിക്കും, അല്ലെങ്കിൽ ഡാർക്ക് കളറായിരിക്കും. ഈവൻ ചിലർക്ക് കുറച്ചുകൂടി ബ്ലഡിൻ്റെ കളറൊക്കെ വരും. ഇതൊക്കെ ഇതിൻ്റെ സാധ്യത, ഫാറ്റി ലിവർ വരാനുള്ള സാധ്യതയെ ഒഴിവാക്കുന്നതാണ്. അങ്ങനെയൊക്കെയുള്ള ലക്ഷണം ഉണ്ടെങ്കിൽ ഫാറ്റി ലിവർ ഉണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഗ്യാസ് വന്നുകൊണ്ടേയിരിക്കും. രമ്പക്കല്ല ഞാൻ ഉദ്ദേശിച്ച്, വിശ്വാസം എന്നൊക്കെ പറയില്ലേ, അതിങ്ങനെ വിട്ടുകൊണ്ടിരിക്കും. അപ്പോൾ ആ ഗ്യാസ് ഉണ്ടെങ്കിൽ സ്ഥിരമായിട്ട് വരികയാണെങ്കിൽ, വല്ലപ്പോഴും വരികയാണെങ്കിൽ പ്രശ്നമില്ല. പക്ഷേ സ്ഥിരമായിട്ടുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക, അത് ഫാറ്റി ലിവറിൻ്റെ ലക്ഷണമായിരിക്കാം. അതുപോലെ അങ്ങനെയുള്ള ആളുകൾക്ക് ആസിഡിറ്റി വളരെ കൂടുതലായിരിക്കും. ആസിഡിറ്റി സ്ഥിരമായിട്ട് നിൽക്കുന്നുണ്ടാവും. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും പേടിക്കണം. ഫാറ്റി ലിവർ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. മറ്റൊന്ന് അവരുടെ സ്ഥായിയായ ഭാവം ക്ഷീണമായിരിക്കും. നല്ല ക്ഷീണമുള്ള ഒരാളായിട്ടാണ് സ്ഥിരമായിട്ട് കാണുക. ഒന്നിനും വയ്യ. രാവിലെ 10 മണി 11 മണിയൊക്കെ നല്ല ഉഷാറായിട്ടിരിക്കുന്ന സമയത്ത് അവരിങ്ങനെ തൂങ്ങി ഒരു ഭാഗത്തിരിക്കും. ഉറക്കം വരുന്നു, അല്ലെങ്കിൽ ക്ഷീണമാണ്, വയ്യ എന്നൊക്കെ പറയും.
അത്രയും വയ്യായ്ക വരുമ്പോൾ മനസ്സിലാക്കുക ലിവറിന് എന്തോ തകരാറ് സംഭവിച്ചിട്ടുണ്ടെന്ന് മനസ്സിലാക്കുക. അത് ശരിയാക്കി എടുക്കാനായിക്കൊണ്ടുള്ള ശ്രമം നടത്തണം. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വിശപ്പില്ല, വിശപ്പ് കഴിക്കണം തോന്നുന്നില്ല, ഇനി കഴിക്കാനിരുന്നാൽ തന്നെ 1-2 ഉരുള കഴിക്കുമ്പോഴത്തേക്കും മതി എന്നൊരു തോന്നൽ വരും. അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും അത് സംശയിക്കണം, ലിവറിൽ എന്തോ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് എന്ന് മനസ്സിലാക്കണം. പിന്നെ ആങ്സൈറ്റി ഉണ്ടാവും. ചില ആളുകൾക്ക് വളരെ കൂടുതൽ ആങ്സൈറ്റിയോ ഡിപ്രഷനോ ഒക്കെ ഉണ്ടെങ്കിൽ അത് ഇതിൻ്റെ ലക്ഷണങ്ങളായിരിക്കാം. അത് വളരെ ശ്രദ്ധിക്കേണ്ട സംഗതിയാണ്. പിന്നെ ചിലർ കണ്ടിട്ടുണ്ട് വല്ലാണ്ട് വേർക്കുന്ന ആളുകൾ, സാധാരണ വേർപ്പല്ല, അത് വളരെ കൂടുതൽ വേർക്കുക, എപ്പോഴും ഇങ്ങനെ വേർത്തുകൊണ്ടേയിരിക്കുക. അങ്ങനെയുള്ള ആളുകളും ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. ഫാറ്റി ലിവർ ഉണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്യാം. ഫാറ്റി ലിവർ ശരിയാക്കാൻ കുറേ മെത്തേഡുകളൊക്കെ ഉണ്ട്. ലിവർ ശരിയാക്കുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ വേറെ ചില കാര്യങ്ങളും കൂടെ ചെയ്യണം. അവർ കൃത്യമായിട്ട് ബാലൻസ്ഡ് ഡയറ്റ് തന്നെ കഴിക്കണം. നമുക്കറിയാം ബാലൻസ്ഡ് ഡയറ്റ് എന്താണെന്നറിയാം. വൈവിധ്യമുള്ള ഭക്ഷണങ്ങളാണ് കഴിക്കേണ്ടത്. ധാന്യം അല്ലെങ്കിൽ സ്റ്റാർച്ച് അടങ്ങിയുള്ള ഭക്ഷണങ്ങൾ, അതിൽ നിന്ന് കിട്ടുന്ന ഊർജ്ജം എന്ന് പറയുന്നത് 60% ഊർജ്ജമുള്ള കിട്ടുന്ന തരത്തിലുള്ള ധാന്യങ്ങളായിരിക്കണം. അത് കഴിയുന്നതും ധാന്യങ്ങൾ മുഴുവൻ വെളുപ്പിക്കാത്ത ധാന്യങ്ങളായിരിക്കണം കഴിക്കുന്നത്. ഫുൾ ഗ്രെയിൻസ് ആണ് കഴിക്കേണ്ടത്. അപ്പോൾ അങ്ങനെ കഴിക്കുന്ന സമയത്ത് അത് ബാലൻസ്ഡ് ഡയറ്റായിട്ട് വൈവിധ്യങ്ങൾ വേണം. ഫാറ്റ് 30% വേണം കഴിക്കണം. പ്രോട്ടീൻ 10% മതി. മിനറൽസ് വേണം, അത് വൈറ്റമിൻസ് വേണം, ഫൈബർ വേണം. ഇതെല്ലാം ശരിയായ അളവിലുള്ള ഭക്ഷണത്തെ നമ്മൾ ബാലൻസ്ഡ് ഡയറ്റ് എന്ന് പറയും. അതും വൈവിധ്യങ്ങളും കൂടെ വേണം. ഒരു ദിവസം ഇത് കഴിക്കുന്നു, അടുത്ത ദിവസം വേറൊരു സാധനം കഴിക്കുന്നു, അടുത്ത ദിവസം വേറൊരു സാധനം കഴിക്കുന്നു, മാറി മാറി കഴിക്കണം. ഒരു 10, 20, 25 പച്ചക്കറിയെങ്കിലും ഒരാഴ്ച കൊണ്ട് തീർക്കണം. ആ ലെവലിൽ വൈവിധ്യമുള്ള ഭക്ഷണങ്ങൾ കഴിക്കുമ്പോഴാണ് നമുക്ക് എല്ലാത്തരം മിനറൽസും എല്ലാത്തരം വൈറ്റമിൻസും എല്ലാത്തരം പോഷണങ്ങളെല്ലാം കിട്ടുക. അതുപോലെ ആവശ്യത്തിന് ഫൈബറും ഉണ്ടായിരിക്കണം. അങ്ങനെ ബാലൻസ്ഡ് ഡയറ്റ് കൃത്യമായ ലെവലിൽ കഴിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പ്രത്യേകിച്ച് ഫാറ്റി ലിവറുള്ള ആളുകൾക്ക്. അതുപോലെ അവരുടെ ഫാറ്റി ലിവർ ഉള്ള ആളുകളുടെ വെയിറ്റ് വളരെ കറക്റ്റ് ആക്കാൻ ശ്രദ്ധിക്കണം. വെയിറ്റ് കറക്റ്റായി കഴിയുമ്പോൾ അവർ ഓട്ടോമാറ്റിക്കായിട്ട് ഈ പ്രശ്നവും തീരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. തടി കൂടുതലുള്ള ആളുകൾക്ക്, ഒബിസിറ്റി കൂടുതലുള്ള ആളുകൾക്ക് ലിവറിന് തകരാറുണ്ടാവാൻ ഒരുപാട് സാധ്യത ഉണ്ടെന്ന് മനസ്സിലാക്കുക. ഇനി ഈ ഫാറ്റി ലിവറുള്ള ആളുകളാണ് ഡെയിലി എക്സർസൈസ് കൃത്യമായിട്ട് ചെയ്യണം. എക്സർസൈസ് ഒട്ടും ചെയ്യാത്ത ആളുകൾക്കാണ് പലപ്പോഴും ഇത് വരിക. അതുകൊണ്ട് റെഗുലർ എക്സർസൈസ് അവരെ ഒരുപക്ഷെ സഹായിക്കും, അത് ശരിയാക്കാനായിക്കൊണ്ട് സഹായിക്കും. ഇനി ലിവർ ശരിയാക്കാനുള്ള കുറച്ച് സൂത്രങ്ങളാണ് പറയുന്നത്. ഗ്രേപ്സ്, ഗ്രേപ്സിനകത്ത് റെസ്വറാട്രോൾ എന്ന് പറയുന്നൊരു സാധനമുണ്ട്. അത് ലിവർ സെല്ലുകളെ പ്രൊട്ടക്റ്റ് ചെയ്യും, ഇൻഫ്ലമേഷൻ കുറയ്ക്കും. ഇത് 2 കാര്യങ്ങളും ഇത് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഗ്രേപ്സ് വളരെ നല്ലതാണ്. അപ്പോൾ ഗ്രേപ്സ് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിച്ചിട്ട് അങ്ങനെ തന്നെ കഴിക്കരുത്. അതിൽ വിഷാംശങ്ങളൊക്കെ വളരെ കൂടുതലുണ്ടായിരിക്കും. അപ്പോൾ അതിനെയൊക്കെ ക്ലീൻ ചെയ്യേണ്ടത് എങ്ങനെയാണെന്നൊക്കെ പഠിച്ച് മനസ്സിലാക്കി അതിനെ ഉപ്പ് വെള്ളത്തിലിട്ടിട്ടോ മഞ്ഞൾ വെള്ളത്തിലിട്ടിട്ടോ അല്ലെങ്കിൽ സോഡാക്കാരമൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നന്നായി കഴുകി വൃത്തിയാക്കി അതിന് ശേഷം 3-4 പ്രാവശ്യം നല്ല ശുദ്ധജലം ഉപയോഗിച്ച് കഴുകിയതിന് ശേഷമേ അതൊക്കെ ഉപയോഗിക്കാവൂ. കാരണം ധാരാളം വിഷങ്ങൾ ഉപയോഗിക്കുന്നതാണ് ഗ്രേപ്സ്. അല്ലെങ്കിൽ അവനവൻ്റെ പറമ്പിൽ ഗ്രേപ്സ്, നല്ല വെയിലുള്ള സ്ഥലങ്ങളിൽ ഗ്രേപ്സ് നട്ടു കൊടുത്തു കഴിഞ്ഞാൽ തന്നെ വരും. അതിന് നല്ല പന്തലൊക്കെ ഇട്ട് കൊടുത്ത് താഴെ ചാണകമൊക്കെ ഇട്ട് കൊടുത്ത് അങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതാണ് ഒരു സാധനം, ഗ്രേപ്സ്. രണ്ടാമത് വൈറ്റമിൻ B12 അതുപോലെ B9. B12 എങ്ങനെ കിട്ടും? B12 കിട്ടാനായിക്കൊണ്ട് ഗട്ട് ബാക്ടീരിയ ആണ് വേണ്ടത്. ഗട്ട് ബാക്ടീരിയ ധാരാളം ഉള്ള ശരീരത്തിലുള്ള ആളുകൾക്ക് ഗട്ട് ബാക്ടീരിയ തന്നെ വൈറ്റമിൻ B12 ഉണ്ടാക്കും. എന്നിട്ടത് കൃത്യമായിട്ട് ബോഡിയിലേക്ക് തരും. അപ്പോൾ നമ്മൾ അത് ഉപയോഗപ്പെടുത്തിയിട്ട് ലിവറിനെ ശരിയാക്കാൻ പറ്റും. ഒപ്പം തന്നെ B9 എന്ന് പറയുന്ന ഫോലേറ്റ്, അത് ലിവറിനെ ഉത്തേജിപ്പിക്കുന്നതാണ്, അതിനെ കറക്റ്റാക്കുന്നതാണ്. അപ്പോൾ അതിലെന്ത് ചെയ്യണം? അതിന് ലീഫി വെജിറ്റബിൾസോ ബീൻസോ പയറുവർഗ്ഗങ്ങളോ അല്ലെങ്കിൽ നട്ട്സൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ ധാരാളം ഈ വൈറ്റമിൻ B9 അഥവാ ഫോലേറ്റ് കിട്ടും. അത് ലിവറിനെ സഹായിക്കുന്ന സാധനമാണ്. അപ്പോൾ അത് ഉപയോഗിക്കണം ലിവർ ശരിയാക്കാനായിക്കൊണ്ട്. വൈറ്റമിൻ C വേണം, ആൻറ്റി ഓക്സിഡൻ്റാണ്, പ്രതിരോധ ശക്തി ഉണ്ടാക്കാനായിക്കൊണ്ട് സഹായിക്കുന്നതാണ്. അപ്പോൾ അത് എവിടെ നിന്ന് കിട്ടും? പേരയ്ക്കാണ് ഏറ്റവും നല്ല സോഴ്സ്. കാരണം മധുരമുള്ള
വൈറ്റമിൻ സി ഉള്ള സാധനം പേരയ്ക്ക മാത്രമാണ്. ബാക്കിയൊക്കെ പുളിയുള്ളതായിരിക്കും. നെല്ലിക്ക നല്ലതാണ്. അതുപോലെ നെല്ലിക്ക, പേരയ്ക്ക, അതുപോലെ സിട്രസ് ഫ്രൂട്ട്സ്, നാരങ്ങ വർഗ്ഗം മുഴുവൻ, ഓറഞ്ച്, മുസമ്പി, അങ്ങനെയുള്ള സാധനങ്ങൾ മുഴുവൻ അതിന് സഹായിക്കുന്നതാണ്. ഈവൻ നമ്മൾ പുളിയുള്ള നമ്മുടെ പച്ചമാങ്ങ അതിനകത്തുണ്ട്, ചെറിയ അളവിലാണെങ്കിലും ഉണ്ട്. അതുപോലെ പിന്നുള്ളത് പല പഴങ്ങൾ, പുളിയുള്ള പല പഴങ്ങളുണ്ടല്ലോ നമ്മുടെ വീടിനകത്തൊക്കെയുള്ള, അരി നെല്ലിക്ക അതിനകത്തുണ്ട്. പിന്നെ നമ്മൾ പിങ്ക് കളറിലുള്ള ഒരു പഴമുണ്ടല്ലോ ചെറിയ, അതിനകത്തും ഈ പറഞ്ഞ പോലെ വൈറ്റമിൻ സി ധാരാളം. ചാമ്പ നല്ല പുളിയുള്ള ചാമ്പ, അതിനകത്ത് ധാരാളം വൈറ്റമിൻ സി ഉണ്ട്. അതൊക്കെ നല്ലതാണ്. ഈവൻ ചാമ്പ കൂടുതൽ കഴിച്ച് കഴിഞ്ഞാൽ വയറിളകും. അത് വൈറ്റമിൻ സി കൂടുതൽ കിട്ടുമ്പോൾ അതുവരെ കുറച്ച് കാലം കൃത്യമായിട്ട് വയറിളക്കാത്തത് കൊണ്ട് ചില പ്രശ്നങ്ങൾ ബോഡിക്കകത്തുണ്ട് എന്ന് തോന്നുകയാണെങ്കിൽ കുറച്ച് ചാമ്പ കഴിച്ചാൽ മതി. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് വൈറ്റമിൻ സി ഉണ്ടെങ്കിൽ നന്നായിട്ട് വയറൊക്കെ ശുദ്ധിയാക്കാൻ സാധിക്കുള്ളൂ. അത് വേണം, അത്യാവശ്യമുള്ള സാധനം. ഇനി വൈറ്റമിൻ ഡി ആണ്. വൈറ്റമിൻ ഡി ലിവറിൻ്റെ ക്ലൻസിങ്, ലിവർ നന്നാക്കാനായിക്കൊണ്ട് ഏറ്റവും വേണ്ടപ്പെട്ട സാധനമാണ് വൈറ്റമിൻ ഡി. വൈറ്റമിൻ ഡി കിട്ടുന്നത് നമുക്ക് തീർച്ചയായിട്ടും കൃത്യമായിട്ട് വെയിൽ കൊണ്ടു കഴിഞ്ഞാൽ കിട്ടും. ആ വെയിൽ കൊള്ളുന്നത്, ഒരു കാര്യം ശ്രദ്ധിക്കണം, വൈറ്റമിൻ ഡി കിട്ടാനായിക്കൊണ്ട് വെയിൽ കൊണ്ടാൽ മാത്രം പോരാ. ആദ്യം നമ്മുടെ ശരീരം pH കറക്റ്റ് ആയിരിക്കണം. അതിനു വേണ്ടിയിട്ടുള്ള ശ്രമം ആദ്യം നടത്തുക. അത് കൃത്യമായ ലെവലിലേക്ക് ഒരു 3-4 ആഴ്ച അല്ലെങ്കിൽ 2 ആഴ്ചയെങ്കിലും മിനിമം 3 നേരം കുക്കുംബർ ജ്യൂസ് കഴിച്ച് ബോഡി pH കറക്റ്റാക്കി 7.34-നും 3.35-നും 4.5-നും ഇടയിൽ കൃത്യമായിട്ടുള്ള ആ ലെവലിലേക്ക് എത്തിക്കാനായിക്കൊണ്ട് തീവ്ര ശ്രമം നടത്തുക. അങ്ങനെ നടത്തിയ ശേഷം വെയിൽ കൊണ്ടെങ്കിൽ മാത്രമേ നമുക്ക് വൈറ്റമിൻ ഡി ശരീരം ഉണ്ടാക്കിയെടുക്കുക, അബ്സോർബ് ചെയ്യുകയൊക്കെ ചെയ്യുള്ളൂ. വൈറ്റമിൻ ഡി സ്ഥിരമായിട്ട് അതിനു വേണ്ടിയിട്ട് മരുന്ന് കഴിക്കുന്ന ആൾക്കാരുണ്ട്. അവർ കുറച്ച് കാലം മരുന്ന് കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ചിലപ്പോൾ വൈറ്റമിൻ ഡി ആ പ്രോസസ്സ് നടക്കില്ല. കാരണം നമ്മളെപ്പോലെ തന്നെ ഈ അവയവങ്ങളും മടിയന്മാരാണ്. സ്ഥിരമായിട്ട് വേറെ ലെവലിൽ കിട്ടുമെങ്കിൽ അവരിവിടെ ഉണ്ടാക്കാൻ ശ്രമിക്കില്ല. ഇപ്പം അങ്ങനെ ഉണ്ടാക്കാതെയാണല്ലോ നമ്മുടെ ശരീരത്തിൽ വൈറ്റമിൻ സി ഉണ്ടാക്കുന്ന അവയവം പോകാനുള്ളൊരു കാരണം അതായിരിക്കും. കാരണം വേറെ ജീവികൾക്കൊക്കെ വൈറ്റമിൻ സി ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ സ്വന്തമായിട്ട് ഉണ്ടാക്കാനുള്ള കഴിവുള്ള ആണ് എല്ലാ മൃഗങ്ങളും, എക്സെപ്റ്റ് മനുഷ്യനും. അതുപോലെ തന്നെ വേറൊരു ജീവിക്ക് കൂടി അതുപോലെ ഒരു കഴിവില്ലാത്തതുണ്ട്. എനിക്ക് തോന്നുന്നത് ഈ പരീക്ഷണമൃഗമായിട്ടുള്ള ഒരെണ്ണമില്ലേ, അല്ലല്ല പരീക്ഷണം, ഗിനിപ്പന്നിക്ക് ഈ പ്രശ്നം കൊണ്ട് ആണോന്നറിയില്ല, ഗിനിപ്പന്നിക്കും ഈ അവയവം പ്രവർത്തിക്കുന്നില്ല. അപ്പം വൈറ്റമിൻ സി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ വൈറ്റമിൻ ഡി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ വൈറ്റമിൻ ഇ ആണ്. ഈ ആൻറ്റി ഓക്സിഡൻ്റ് ആണ്. ഒപ്പം തന്നെ നമുക്കത് ലഭിക്കുന്നത് പലപ്പോഴും ഈ ലീഫി വെജിറ്റബിൾസ് എന്നൊക്കെയാണ്. അത് വൈറ്റമിൻ ഇ ഉള്ള ധാരാളം എന്താ പറയുക, വള്ളിച്ചീരയിൽ കൂടുതൽ വൈറ്റമിൻ ഇ ഉണ്ട്. അത് എല്ലാ ഭാഗത്തും അത് വളരെ ഗംഭീരമായിട്ട് അവർ പ്രചരിപ്പിച്ചിട്ടുണ്ട്. അവർക്കൊക്കെ ഇത് ഇഷ്ടമാണ്. അതിൻ്റെ പേര് മലബാർ സ്പിനാച്ച് എന്നാണ്. നമ്മുടെ നാട്ടിലെ സാധനമാണ്, കേരളത്തിലെ മലബാറിലെ ഒറിജിൻ. അത് അവിടെ കൊണ്ടുപോയി അമേരിക്കയിലും യൂറോപ്പിലൊക്കെ വളരെ ഗംഭീരമായിട്ട് അതിന് സ്വീകാര്യതയുണ്ട് എന്ന് മനസ്സിലാക്കുക. അതെ, വയലറ്റ് കളറിലുള്ള തണ്ടൊക്കെയുള്ള നല്ല പച്ചയുടെ ഞരമ്പുകളിലൊക്കെ ചിലപ്പോൾ വയലറ്റ് കളറായിരിക്കും. ഉരുണ്ട കുഞ്ഞു ഗോളാകൃതിയിലുള്ള നല്ല തിളക്കമുള്ള വിത്തുകൾ, കുരുമുളകിൻ്റെ അത്രയും വലുപ്പത്തിലുള്ള വിത്തുകൾ ധാരാളം ഉണ്ടാകും. വിത്തുകൾ മുളപ്പിച്ചും വരാം, അല്ലെങ്കിൽ വള്ളി എവിടെയെങ്കിലും വെച്ച് കഴിഞ്ഞാൽ അത് വളർന്നോളും. നല്ല ചീരയാണ്. അപ്പം ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ വൈറ്റമിൻ ഇ നമുക്ക് ലഭ്യമാകും. ഒപ്പം തന്നെ മിനറൽസ് വളരെ ശ്രദ്ധിക്കാണ്ട്. ചില മിനറൽസ് നല്ല ഈ ലിവറിനെ ക്ലെൻസ് ചെയ്യാനായി, ലിവറിൻ്റെ ആരോഗ്യത്തിന് സഹായിക്കുന്ന സാധനം, പ്രത്യേകിച്ച് സിങ്കും സെലീനിയവും. ഇത് രണ്ടും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് രണ്ടും കിട്ടുന്നത് പലപ്പോഴും നട്ട്സിൽ നിന്നോ അല്ലെങ്കിൽ ചില പയറുവർഗ്ഗങ്ങളിൽ നിന്നോ അല്ലെങ്കിൽ അതുപോലത്തെ കുറേ ബദാമിലൊക്കെ ഉണ്ട് ചെറിയ അളവിൽ സിങ്ക് ഉണ്ട്. അതുപോലെ ബ്രസീൽ നട്ട്, അതിൽ ഏറ്റവും കൂടുതൽ എനിക്ക് സെലീനിയം ബ്രസീൽ നട്ടിലാണെന്ന് തോന്നുന്നു.
കോസ്റ്റ്ലി ആണത്. നമ്മൾ അത്രയും കോസ്റ്റ്ലി ലെവലിൽ പോകണം നിർബന്ധമില്ല. ഇനി ചെറിയ ലെവലിലൊക്കെ ഉള്ള സംഗതികളുണ്ട്. നമ്മുടെ ഗ്രൗണ്ട് നട്ട്, കപ്പലണ്ടി, അത് പച്ചയ്ക്ക് നമ്മൾ കഴിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിനകത്തും ഈ സിങ്ക് കിട്ടും. പിന്നെ നമ്മൾ വൻപയർ, അതിനകത്തുണ്ട് സിങ്ക് ഉണ്ട്. ഇപ്പോൾ ഇങ്ങനെയുള്ള ഭക്ഷണങ്ങളൊക്കെ നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ധാരാളം ഈ സിങ്കും സെലീനിയം ഒക്കെ കിട്ടും. സിങ്ക് എന്ന് പറയുന്നത് ഓക്സിഡേറ്റീവ് സ്ട്രെസ് കുറയ്ക്കും. അതാണ് ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഗതി. ഒപ്പം തന്നെ ഈ സെലീനിയം അതിനെ സഹായിക്കുന്നതാണ്. പ്രൊട്ടക്ഷൻ ഓഫ് ഈ ലിവർ സെൽസിൻ്റെ പ്രൊട്ടക്ഷന് സഹായിക്കുന്നതാണ് സെലീനിയം. അപ്പോൾ ഈ രണ്ടും കൂടെ ഒരുമിച്ച് നമ്മൾ ലിവറിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനൊക്കെ ഉണ്ട്. വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യാനും വളരെ ഗംഭീരമായിട്ട് നിലനിർത്താനൊക്കെ സഹായിക്കുന്ന ഒരു സാധനമാണ് ഈ രണ്ട് സാധനങ്ങൾ, സിങ്കും സെലീനിയവും. അതിനുള്ള ഫുഡൊക്കെ നമ്മൾ കഴിക്കാനായിക്കൊണ്ട് മറക്കരുത്. ഇനി ഇതെന്തൊക്കെ അവോയ്ഡ് ചെയ്യണം? ലിവർ കറക്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെ ഭക്ഷണങ്ങളാണ് തീരെ കഴിക്കാൻ പാടില്ലാത്ത അല്ലെങ്കിൽ കഴിക്കരുത് എന്ന് പറയുന്നത്? ഞാൻ ആദ്യം പറഞ്ഞത് ആൽക്കഹോളാണ്. അത് ഞാൻ ആദ്യം റിപ്പീറ്റ് ചെയ്യുന്നില്ല ഇവിടെ. ആൽക്കഹോൾ നല്ലതല്ല എന്ന് മനസ്സിലാക്കുക. ഒപ്പം തന്നെ ഭയങ്കര ഫാറ്റി ആയിട്ടുള്ള ഫുഡുകൾ നിറയെ ജങ്ക് ഫുഡ് എന്ന് പറയുന്ന സാധനം, ആ ഒരു വിഭാഗത്തിലേക്ക് നിങ്ങൾ പോകരുത്. പിന്നെ സ്റ്റാർച്ചി ഫുഡുകളുണ്ട്. ഈ വെളുത്ത അരിയൊക്കെ അതിൽ പെട്ടതാണ്. സ്റ്റാർച്ചി ഫുഡുകൾ, കപ്പ മാത്രം കഴിക്കുക, വേറെ അതിനകത്ത് ഒരു സാധനങ്ങളും കഴിക്കാതെ കപ്പ മാത്രമായിട്ട് നിറയെ കഴിക്കുക. അപ്പം സ്വാഭാവികമായിട്ടും അത് പ്രശ്നമുണ്ടാക്കും. അതുപോലെ ഷുഗർ ലിവറിനെ കേടുവരുത്തുന്ന സംഗതിയാണ്. തീരെ കഴിക്കരുത്, അല്ലെങ്കിൽ പരിപൂർണമായിട്ട് അവോയ്ഡ് ചെയ്യാൻ പറ്റിയ അത്രയും നല്ലത്. ഇനി സാൾട്ടാണ്. സാൾട്ട് നമുക്ക് കഴിക്കാം, ചെറിയ അളവിലേ കഴിക്കാവൂ. ഉപ്പിലിട്ടത്, അച്ചാർ, ഇതൊക്കെ ഉപ്പ് വളരെ കൂടുതലുള്ള സാധനം തന്നെയാണ്. ഇത് മൂന്നും കഴിയുന്നതും കുറയ്ക്കാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ തീരെ വളരെ ചെറിയ അളവിൽ മാത്രം കഴിക്കാൻ ശ്രമിക്കുക. അപ്പോൾ വലിയ പ്രശ്നമില്ല. ചെറിയ അളവിൽ കഴിച്ചാലൊന്നും ഇതൊന്നും പ്രശ്നം ഉണ്ടാക്കില്ല. അപ്പോൾ ഇത്തരം സാധനങ്ങൾ ലിവറിനെ വല്ലാതെ ബുദ്ധിമുട്ടിക്കും. ഇനി എങ്ങനെ ഇത് ശരിയാക്കാനായി കൊണ്ട് സാധിക്കും? ഒരു ലക്ഷണം കൂടെ ഞാൻ പറയാൻ വിട്ടുപോയി. അതായത് സ്കിന്നിൽ പലപ്പോഴും പല ആളുകൾക്കും നിറവ്യത്യാസം കാണാറുണ്ട്. സ്കിന്നിൻ്റെ പല ഭാഗത്തും കറുപ്പ് നിറം വരുന്നത് കാണാറുണ്ട്. കണ്ണിൻ്റെ തൊട്ട് താഴെയുള്ളത് അതല്ല, അത് ക്ഷീണം കൊണ്ടുണ്ടാവാം. അല്ലാതെ ചിലപ്പോൾ കവിള് മൊത്തമായിട്ട് കറുപ്പ് നിറം വരുന്നത്, അല്ലെങ്കിൽ പുറത്ത് കറുപ്പ് നിറം, അല്ലെങ്കിൽ കഴുത്തിൻ്റെ ഭാഗത്ത് കറുത്ത നിറം, പുറം കഴുത്തിൻ്റെ ആ ഭാഗമൊക്കെ ബ്ലാക്ക് കളർ ആവുക, അതുണ്ടെങ്കിൽ ശ്രദ്ധിക്കണം. ലിവറിൽ എന്തോ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലാണ് അത് വരിക. അതുപോലെ ചെറിയ ഉണ്ണികൾ പല ഭാഗത്ത് ആയിട്ടുണ്ടാവുക. അതുപോലെ കറുത്ത പാടുകൾ, കാക്കപ്പുള്ളി എന്നൊക്കെ പറയുന്ന പോലെയുള്ള പാടുകൾ നിറയെ പ്രത്യക്ഷപ്പെടുക. വൈറ്റ്, വെള്ളയാവാം, കറുത്തതാവാം, ചുവപ്പാവാം. ഇത്തരത്തിലുള്ള സംഗതി സ്കിന്നിൽ പ്രത്യക്ഷപ്പെടുകയാണെങ്കിൽ മനസ്സിലാക്കുക നിങ്ങളുടെ ലിവറിൽ എന്തോ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഉണ്ടാവുന്നുണ്ട് എന്ന് മനസ്സിലാക്കുക. അപ്പോൾ അത് ശരിയാക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഈ ലിവറിൻ്റെ മൊത്തം സംഗതികൾ എന്താണ് പരിഹാരങ്ങൾ? കുറച്ച് പരിഹാരങ്ങൾ ഞാൻ പറയാം. നമ്മൾ സ്ഥിരമായിട്ട് ദയാൽ സാറിൻ്റെ ക്ലാസ്സുകളൊക്കെ കേട്ടിട്ടുള്ള സംഗതികളാണ് ഈ പറഞ്ഞ സംഗതികൾ. ഇത് ഒന്ന് ശ്രദ്ധിക്കുക, ലിവർ പ്രശ്നമുള്ള ആളുകൾ. അല്ലാത്തവരും ശ്രദ്ധിക്കുക, പറ്റുവാണെങ്കിൽ എഴുതിയെടുക്കുക. ഒന്നാമത്തെ സംഗതി pH കറക്റ്റ് ആക്കലാണ്. അതിനെന്ത് ചെയ്യണം? ഈ പറഞ്ഞ pH കറക്റ്റ് ആക്കാൻ, അല്ലെങ്കിൽ അസിഡിറ്റി വല്ലാണ്ട് കൂട്ടുന്ന കുറേ സംഗതികളുണ്ട്. അസിഡിറ്റി, അതിൽ ഒരു പ്രധാനപ്പെട്ട സംഗതി പ്രോട്ടീൻ, ഹൈ പ്രോട്ടീൻ ഡയറ്റ്, അല്ലെങ്കിൽ കൂടുതൽ പ്രോട്ടീനുള്ള ഭക്ഷണം കൂടുതലായിട്ട് കഴിക്കുക. അപ്പോൾ അതിൻ്റെ യൂറിക് ആസിഡ് നമുക്ക് ശരീരത്തിൽ കൂടുകയും യൂറിനിലൂടെ പോകുന്ന യൂറിക് ആസിഡ് ചെറിയ അളവിലായതുകൊണ്ട് ബാക്കി യൂറിക് ആസിഡ് പലപ്പോഴും ശരീരത്തിൽ കെട്ടിക്കിടക്കും, അത് അസിഡിറ്റി ഉണ്ടാക്കും. ദോശ, ഇഡ്ഡലി, അത് സ്ഥിരമായിട്ട് പുളിച്ച ഭക്ഷണമായതുകൊണ്ട് അത് അസിഡിറ്റിയാണ്. അസിഡിറ്റിയും സാൾട്ടുമാണ് അതിനകത്ത് കൂടുതലുള്ളത്. അത് വേർപ്പിലൂടെ പോകണം. അപ്പോൾ വേർക്കാത്ത ആളുകൾക്ക് അത് സ്വാഭാവികമായിട്ടും പ്രശ്നം ഉണ്ടാക്കും. അപ്പോൾ അസിഡിറ്റി ഉള്ള ഭക്ഷണങ്ങൾ കഴിക്കരുത്, അല്ലെങ്കിൽ ഒട്ടും കഴിക്കരുത്. വല്ലപ്പോഴും കഴിച്ചാൽ തന്നെ അതിന് പരിഹാരമുണ്ട്. ആ പരിഹാരം ചെയ്തിരിക്കണം, എങ്കിലേ അത് കറക്റ്റ് ആവും. പിന്നുള്ളത് മലബന്ധമാണ്. മലബന്ധം കൂടുതലുള്ളവർക്ക് അസിഡിറ്റി വരും. ഒട്ടും വേർക്കാത്ത ആളുകൾക്ക് അസിഡിറ്റി വരും. ടെൻഷനുള്ള ആളുകൾക്കും അസിഡിറ്റി വരും. ഇതൊക്കെയാണ് അസിഡിറ്റിയുടെ കാരണങ്ങൾ. വിരുദ്ധ ഭക്ഷണങ്ങൾ അസിഡിറ്റി ഉണ്ടാക്കും.
കെമിക്കൽസിൻ്റെ യൂസ് അസിഡിറ്റി ഉണ്ടാക്കും. ഇതൊക്കെ വേറെ അഡീഷണൽ ആയിട്ട് കുറേ സംഗതികളുണ്ട്. നമ്മൾ അതിലൊന്നും കൂടുതലായിട്ട് പോകുന്നില്ല. എനിവേ മനസ്സിലാക്കുക, നിറങ്ങൾ നമ്മുടെ സ്വാഭാവികമായ നിറമല്ല, വേറെ എന്തെങ്കിലും നിറവ്യത്യാസം ശരീരത്തിൽ സ്കിന്നിൽ വരുന്നുണ്ടെങ്കിൽ അത് ലിവറിൻ്റെ അനാരോഗ്യത്തെ കാണിക്കുന്നതാവാം. അതുകൊണ്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഓക്കെ, അപ്പോൾ പരിഹരിക്കാനുള്ള ഒന്നാമത്തെ സംഗതി pH കറക്റ്റ് ആക്കലാണ്. കുക്കുംബർ ജ്യൂസോ അല്ലെങ്കിൽ തണ്ണിമത്തങ്ങ ജ്യൂസോ അല്ലെങ്കിൽ കുമ്പളങ്ങ ജ്യൂസോ അല്ലെങ്കിൽ ഉണ്ണിപ്പിണ്ടി ജ്യൂസോ ചൊരയ്ക്ക ജ്യൂസോ ഏതെങ്കിലും ജ്യൂസുകൾ സ്ഥിരമായിട്ട് 2 നേരമെങ്കിലും കഴിക്കുക. രാവിലെയും വൈകുന്നേരവും കഴിക്കുക. ഉച്ചയ്ക്ക് കഴിക്കാൻ പറ്റിയാൽ കഴിക്കാം. ജ്യൂസ് ആയിരിക്കണം, സ്മൂത്തി ആവരുത്. അത് തുണിയിൽ പിഴിഞ്ഞ് വെള്ളം പോലെ ആയിട്ടുള്ള സംഗതികൾ മാത്രമേ കഴിക്കുള്ളൂ. അതിനകത്ത് ഉപ്പോ പഞ്ചസാരയോ ഒന്നും ഇടരുത്. അങ്ങനെ തന്നെ കുടിച്ചോളുക. അത് കഴിച്ചു കഴിഞ്ഞാൽ 3/4 മണിക്കൂർ, അരമണിക്കൂർ മേലെ കഴിഞ്ഞ ശേഷം മാത്രമേ ഭക്ഷണം കഴിക്കാവൂ. ഓക്കെ, അതാണ് pH കറക്റ്റാക്കാനുള്ള സംഗതി. അത് കറക്റ്റാക്കി കഴിഞ്ഞാൽ മാത്രമേ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഫലിക്കുള്ളൂ. മറ്റൊന്ന്, ഹോമിയോയുടെ ഒരു സാധനമുണ്ട്, ചിലഡോണിയം എന്ന് പറയുന്ന സാധനമുണ്ട്. അത് 15 തുള്ളി 1/4 ഗ്ലാസ് വെള്ളത്തിൽ 3 നേരം കഴിക്കാം. ആണ് ചിലഡോണിയം എന്ന് പറയുന്ന സാധനമാണ്. അത് കഴിച്ചാൽ കുറച്ചുകൂടി വേഗത്തിൽ ശരിയാക്കും. മറ്റൊന്ന് കീഴാർനെല്ലിയാണ്. കീഴാർനെല്ലി കഴിക്കുന്നത് അത്ര നല്ല ആശാസ്യമല്ല. സ്ഥിരമായിട്ട് കഴിക്കാനൊന്നും പാടില്ല. കാരണം അത് മരുന്നാണ്. അത്യാവശ്യം ഘട്ടങ്ങളിൽ ആയുർവേദത്തിൽ ഉപയോഗിക്കുന്ന സാധനമാണ്. അതിന് നേരിട്ട് അങ്ങോട്ട് ഉപയോഗിക്കാനൊന്നും പാടില്ല. ചില കണ്ടീഷൻസൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് വേറെ കാര്യം ഉണ്ട്. എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന കീഴാർനെല്ലി അരച്ചിട്ട് അതിൻ്റെ ഒരു 10 തുള്ളി നമ്മുടെ പൊക്കിളിൽ ഒറ്റിക്കുക. എന്നിട്ട് ബാക്കി ചണ്ടി അവിടെ തന്നെ വെച്ചുകൊണ്ട് ഒരു സ്റ്റിക്കർ ഒട്ടിക്കുക. അപ്പോൾ അവിടെ ഇതിൻ്റെ നീര് അവിടെ കിടക്കുന്നതുകൊണ്ട് പൊക്കിളിലൂടെ അബ്സോർപ്ഷൻ നടക്കും. അത് ആവശ്യമുള്ള സാധന സാമഗ്രികൾ അതിൽ നിന്ന് എടുത്ത് ലിവർ ക്ലെൻസ് ചെയ്യാനായിക്കൊണ്ട് സാധിക്കും. മറ്റൊന്ന് പൂവരശാണ്. പൂവരശിൻ്റെ ഇല 4 എണ്ണം 10 ഗ്ലാസ് വെള്ളം അതിനകത്ത് തിളപ്പിച്ച് ആ വെള്ളം ദാഹശമനിയായിട്ട് ഉപയോഗിക്കാം. ലിവർ പതുക്കെ കറക്റ്റായി വരും. മറ്റൊന്ന് അകത്തിയുടെ പൊടിയാണ്, അകത്തി ചീര. അത് ചമ്മന്തി അരച്ച് കഴിക്കുക, അല്ലെങ്കിൽ അകത്തിയുടെ ഇല ഉണക്കിയ പൊടി അത് വെളിച്ചെണ്ണയിൽ ചാലിച്ച് കഴിക്കാം. ഇത് എന്തിനാണിത് കഴിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് സ്ഥിരമായിട്ട് നമ്മുടെ ശരീരത്തിൽ ചെറിയ തോതിൽ അയോഡിൻ ആവശ്യമുണ്ട്. അയോഡിൻ കിട്ടാൻ ഇപ്പം നമുക്ക് ഈസിയസ്റ്റ് ആയിട്ടുള്ള വേ ആണ് അകത്തി. അകത്തിയിൽ മറ്റു ചില സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ബുദ്ധിമുട്ടാണ്, അത് കഴിക്കാനൊക്കെ ചില ബുദ്ധിമുട്ടുകളുണ്ട്. അകത്തി ആവുന്ന സമയത്ത് അത് ഉണക്കി പൊടിച്ച് അതിലൽപ്പം വെളിച്ചെണ്ണയിൽ അല്പം ഒരു 1/4 ടീസ്പൂൺ ചേർത്തുകൊണ്ട് അല്ലെങ്കിൽ 1/2 ടീസ്പൂൺ ചേർത്തുകൊണ്ട് നമുക്ക് കഴിക്കാം. ഡെയിലി കഴിക്കുന്നതുകൊണ്ട് വലിയ പ്രശ്നമൊന്നുമില്ല. അല്ലെങ്കിൽ അകത്തി ചീരയാണെങ്കിൽ അത് ചമ്മന്തി അരച്ച് കഴിക്കാം. അത് എന്തിനാണ് ചമ്മന്തി അല്ലെങ്കിൽ വെളിച്ചെണ്ണ എന്തിനാണ്? ഫാറ്റ് സോളബിൾ ആണ് ഈ അയോഡിൻ എന്ന് പറയുന്ന മൂലകം. അത് ചൂടാക്കിയാൽ നഷ്ടപ്പെടും. അതുകൊണ്ട് ചൂടാക്കാൻ പാടില്ല. അപ്പോൾ അങ്ങനെ കഴിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇങ്ങനെ കഴിക്കുകയാണെങ്കിൽ നമുക്ക് ഈസിയസ്റ്റ് ആയിട്ട് അയോഡിൻ നമ്മുടെ ശരീരത്തിൽ കിട്ടും. അപ്പോൾ എല്ലാ പ്രവർത്തനങ്ങളും ലിവറിനെയൊക്കെ നന്നാക്കാനായിക്കൊണ്ട് സഹായിക്കും. മറ്റൊന്ന് കാൽസ്യവും മഗ്നീഷ്യവുമാണ്. കാൽസ്യം മഗ്നീഷ്യവും അതിന് ഈസിയസ്റ്റ് മെത്തേഡ് സാധാരണഗതിയിൽ ചെയ്യുന്ന ചേമ്പിൻ്റെ ഇല അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ കാൽസ്യം കിട്ടും. മഗ്നീഷ്യം കിട്ടണമെങ്കിൽ ഇഞ്ചി, മാങ്ങ ഇഞ്ചി തുടങ്ങിയ സാധനങ്ങളിലൊക്കെ ധാരാളം മഗ്നീഷ്യമുണ്ട്. പക്ഷേ അത് അതിനേക്കാളും കുറച്ചുകൂടി എളുപ്പമുള്ളത് ഹോമിയോയുടെ അൽക്കാരിയ ഫോസ് 6x ജർമ്മൻ അതോ അല്ലെങ്കിൽ മഗ്നീഷ്യം ഫോസ് 6x ജർമ്മൻ, ഈ 2 സംഗതികളും 5 ഗുളിക വെച്ച് 3 നേരം കഴിക്കാം മുതിർന്ന ആൾക്ക്. കുട്ടികൾക്കാണെങ്കിൽ 2 or 3 എണ്ണം 2 നേരം അല്ലെങ്കിൽ 3 നേരം കഴിക്കാം. മുലയൂട്ടുന്ന അമ്മമാർക്ക് സ്ഥിരമായിട്ട് അവർ കഴിച്ചിരിക്കണം എന്ന് പറയുന്നുണ്ട് ദയാൽ സാർ. അപ്പോൾ ഇത് ഹോമിയോയുടെ സാധനമാണ്. അപ്പോൾ അത് കഴിച്ചാൽ നല്ലതാണ്, കാൽസ്യവും മഗ്നീഷ്യവും. ഇനി എള്ളാണ്. ഈ കാൽസ്യവും മഗ്നീഷ്യവും വിത്ത് ഫോസ്ഫറസ് ആണ് ഇപ്പോൾ പറഞ്ഞ സംഗതി. എന്നാലും നമ്മൾ ഫോസ്ഫറസ് നമ്മുടെ ശരീരത്തിൽ ആവശ്യത്തിന് ഉണ്ടെങ്കിൽ മാത്രമേ കാൽസ്യം അബ്സോർബ് ചെയ്യുള്ളൂ, മഗ്നീഷ്യം അബ്സോർബ് ചെയ്യുള്ളൂ. നമ്മുടെ ഭക്ഷണ ദഹന പ്രക്രിയകൾ മുഴുവൻ സഹായിക്കണമെങ്കിൽ ഈ കുറേ സാധനങ്ങൾ മൂലകങ്ങൾ ഒരുമിച്ച് വേണം. പ്രത്യേകിച്ച് കാൽസ്യം, മഗ്നീഷ്യം, അതുപോലെ ഫോസ്ഫറസ്, വൈറ്റമിൻ ഡി തുടങ്ങിയ കുറേ സാധനങ്ങളുണ്ട്. ഇതെല്ലാം കൂടി ഒരുമിച്ചുണ്ടെങ്കിൽ ദഹന പ്രക്രിയ കറക്റ്റ് ആവുള്ളൂ.
അപ്പോൾ ദഹനപ്രക്രിയ കറക്റ്റാക്കാനായിക്കൊണ്ടൊരു സാധനം തന്നെയാണ് അകത്തി. അതും അതിനകത്ത് ഈ അയോഡിൻ എന്ന സാധനം സഹായിക്കുന്നത്, അതും ഈ പറഞ്ഞ പോലെ ദഹനപ്രക്രിയയ്ക്ക് സഹായിക്കുന്ന ചില ഗ്യാസ്ട്രിക് ജ്യൂസസ് ഉണ്ടാക്കാൻ തന്നെയാണ്. അപ്പോൾ അതും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഗതിയാണ്. എള്ളുപൊടി എന്തിനാ വെച്ചാൽ ഫോസ്ഫറസ് വളരെ കൂടുതലുള്ളതുകൊണ്ട് അത് കഴിക്കുന്നത് ഒരു ശീലമാക്കണം. ഒരു ടേബിൾ സ്പൂണൊക്കെ മതി ഒരു ദിവസം. അതിൻ്റെ കൂടെ ദഹിക്കാൻ പ്രയാസമുണ്ടെങ്കിൽ അങ്ങനെയുള്ള ആളുകൾ അല്പം പനഞ്ചക്കര വിത്ത് ചുക്കിൻ്റെ പൊടി, ചുക്ക് പൊടിയും ഇത് രണ്ടും കൂടി ചേർത്തിട്ട് മിക്സ് ചെയ്ത് എല്ലാം കൂടി അങ്ങ് ഒരുമിച്ച് അങ്ങ് പൊടിച്ചാൽ നന്നായിരിക്കും. അങ്ങനെയുള്ള പൊടി സ്ഥിരമായിട്ട് കഴിച്ചു കഴിഞ്ഞാൽ വളരെ ഗംഭീരമായിട്ട് നമുക്ക് ഫോസ്ഫറസ് സ്ഥിരമായിട്ട് കിട്ടുകയും നമ്മുടെ എല്ലും പല്ലും ഒക്കെ നല്ല സ്ട്രോങ് ആയിരിക്കും, തലമുടിയൊക്കെ നല്ല സ്ട്രോങ് ആയിരിക്കുകയൊക്കെ ചെയ്യും. ഇനി മറ്റൊരു സംഗതി മത്തങ്ങ സാലഡാണ്. മത്തങ്ങ സാലഡ് ഇവർ പ്രത്യേകിച്ച് ഫാറ്റി ലിവർ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുള്ള ആളുകൾ മത്തങ്ങ സാലഡ് കഴിക്കണം. കാരണം ലിവറിനകത്ത് കൂടുതൽ വൈറ്റമിൻ എ ആണ്. വൈറ്റമിൻ എ സിന്തറ്റിക് അല്ല, നാച്ചുറൽ വൈറ്റമിൻ എ ആണ് നമ്മൾ കഴിക്കേണ്ടത്. നാച്ചുറൽ വൈറ്റമിൻ എ നമുക്ക് കിട്ടുന്നത് മത്തങ്ങ എന്നാണ്. ഈ വൈറ്റമിൻ എ ഫാറ്റ് സോളിബിൾ ആയതുകൊണ്ട് അത് സാലഡാക്കി തന്നെ കഴിക്കണം. അതിൽ ധാരാളം ഒന്ന് സ്ക്രാപ്പ് ചെയ്തെടുത്തിട്ട് അത്രയും തന്നെ നമ്മുടെ നാളികേരം ചെറുകിയതും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ കറക്റ്റായി. അതിൻ്റെ കൂടെ ഒരല്പം തക്കാളിയും കൂടി ഇട്ട് കഴിഞ്ഞാൽ കുറച്ചുകൂടി നന്നായി. കാരണം അപ്പോൾ ലിവറിൽ ലങ്സിൽ യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളും വരില്ല ഈ 3 സാധനം സ്ഥിരമായിട്ട് കഴിച്ചു കഴിഞ്ഞാൽ. അപ്പോൾ അതും നല്ല സംഗതിയാണ് മത്തങ്ങ സാലഡ്. അതുപോലെ മോഷൻ കറക്റ്റാക്കാനൊക്കെ കൊണ്ട് നമ്മളുടെ മുരിങ്ങക്കായ ചമ്മന്തി അതും വളരെ നല്ലതായിരിക്കും. അത് നല്ലതാണ്. അതുപോലെ വൈറ്റമിൻ സി ഞാൻ നേരത്തെ പറഞ്ഞാണ്. നെല്ലിക്ക, പേരയ്ക്ക അങ്ങനെ സാധനങ്ങൾ നമ്മൾ സ്ഥിരമായിട്ട് കഴിക്കുക, വൈറ്റമിൻ സി. ഇനി ഒരു സാധനം നമ്മൾ അലോപ്പതിയുടെ വൈറ്റമിൻസ് നമുക്ക് ഉപയോഗിക്കാം, വൈറ്റമിൻ ബി വിത്ത് സി. അത് ലിവറിനെ ക്ലെൻസ് ചെയ്യാൻ സഹായിക്കുന്നതാണ്, ക്ലീൻ ചെയ്യാൻ സഹായിക്കുന്നതാണ്, ആരോഗ്യം ഉണ്ടാക്കാനായിക്കൊണ്ട് സഹായിക്കുന്നതാണ്. അതുകൊണ്ട് രാവിലെ ഭക്ഷണത്തിന് ശേഷം ഒരു ഗുളിക കഴിക്കുന്നത് വളരെ നല്ലതാണ്, വൈറ്റമിൻ ബി വിത്ത് സി. പിന്നെ മറ്റൊന്ന് ഗ്രേപ്പ് സീഡ് എക്സ്ട്രാക്റ്റ് ആണ്. അത് 3 നേരം ഓരോ ഗുളിക കഴിക്കുന്നത് പ്രത്യേകിച്ച് ക്യാൻസർ പോലത്തെ രോഗികൾക്ക് വളരെ നല്ലതാണ്. ഒപ്പം തന്നെ ലിവറിനെ ക്ലെൻസ് ചെയ്യാനായിക്കൊണ്ട് ആൻറ്റി ഓക്സിഡൻസ് ഓക്സിഡേറ്റീവ് സ്ട്രെസ് കുറയ്ക്കാനായിക്കൊണ്ട് ഈ ഗ്രേപ്പ് സീഡ് എക്സ്ട്രാക്റ്റ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഒരു നേരമെങ്കിലും ഒരെണ്ണമെങ്കിലും കഴിക്കുക ഒരു ദിവസം ഗ്രേപ്പ് സീഡ് എക്സ്ട്രാക്റ്റ്. ഇനി ഡെയിലി വേർപ്പിക്കണം. ഞാൻ നേരത്തെ പറഞ്ഞു വല്ലാതെ വേർക്കുന്നത് ഫാറ്റി ലിവറിൻ്റെ ലക്ഷണമാവാമെന്ന് പറഞ്ഞു. പക്ഷേ ഒട്ടും വേർക്കില്ലാത്ത ആളുകളുണ്ട്, ധാരാളമുണ്ട്. കഴിഞ്ഞ ദിവസം ഒരു പേഷ്യൻറ്റിനെ സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞത് ഒട്ടും വേർക്കില്ല എന്നാണ് പറഞ്ഞത്. ഞാൻ 2-3 ചോദ്യങ്ങൾ ചോദിച്ചാൽ ഒരു ചോദ്യം ഇതായിരുന്നു, ഒട്ടും വേർക്കുന്നില്ല അല്ലേ എന്ന് ചോദിച്ചു. പറഞ്ഞു അതേ, ഒട്ടും ഞാൻ വേർക്കാറില്ല, വേനൽക്കാലമാണ് എന്നിട്ട് പോലും ഞാൻ വേർക്കണില്ല. ഞാൻ വേർപ്പിക്കണം, അതിനുള്ള പരിപാടികൾ നമ്മൾ ചെയ്യണം. നല്ലെണ്ണയും നാരങ്ങയും കൂടെ മിക്സ് ചെയ്ത് ചൂടാക്കി നന്നായിട്ട് ശരീരത്തിൽ മുഴുവനായിട്ടും തേച്ച് പിടിപ്പിച്ച് 2-2.5 ഗ്ലാസ് ചൂടുള്ള വെള്ളം കുടിക്കുക. എന്നിട്ട് പുതപ്പ് ഇട്ട് മൂടുക. 10 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും നിങ്ങൾ നന്നായി വേർക്കും. അങ്ങനെ ഡെയിലി ഒരു നേരമെങ്കിലും വേർപ്പിക്കുക. അപ്പോൾ ലിവർ കറക്റ്റാവും. ഓക്കെ, അപ്പോൾ അതാണ് വേർപ്പിക്കുന്ന കാര്യം. ഇനി മില്ലറ്റ്സ് സഹായിക്കുന്നതാണ് കേട്ടോ ഈ ലിവർ ആന്തരാവയവങ്ങളെ മുഴുവൻ ക്ലെൻസ് ചെയ്യാനായിക്കൊണ്ട് സഹായിക്കുന്നത്. മെഡിസിനൽ മില്ലറ്റ്സിൽ നമുക്ക് കുതിരവാലി എന്ന് പറയുന്ന ആ സാധനമാണ്, അത് സഹായിക്കും. അപ്പോൾ അതുകൊണ്ട് 2 നേരം മില്ലറ്റ് ആക്കുന്നത് വളരെ നല്ലതാണ്. ഇതൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട സംഗതി. ലിവർ ക്ലെൻസിങ്ങിന് ഉപയോഗിക്കേണ്ട നമുക്ക് മെത്തേഡ് ഇതാണ്, ലിവറിനെ ശരിയാക്കാനുള്ള മെത്തേഡ് ഇതാണ്. എന്തായാലും എന്നെ ശ്രമിച്ച എല്ലാവർക്കും നന്ദി. ഞാൻ ഈ പറഞ്ഞത് മുഴുവൻ ആരൊക്കെയോ എനിക്ക് പറഞ്ഞു തന്നതാണ് പലതും. അതുപോലെ തന്നെ പല പുസ്തകങ്ങളിൽ നിന്നോ അല്ലെങ്കിൽ നിർമ്മലാനന്ദഗിരി സ്വാമിജിയുടെ നിന്നോ ഒക്കെ എനിക്ക് ലഭിച്ച സാധനങ്ങളാണ്. ഒന്നും എൻ്റേതല്ല, പല ഭാഗത്തും പല ആളുകൾ നമുക്ക് സപ്ലൈ ചെയ്തതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ നന്ദിയും കടപ്പാടും ഒക്കെ
എൻ്റെ ഗുരുക്കന്മാർക്ക് ആയിരിക്കട്ടെ, ശ്രമിച്ച എല്ലാവർക്കും, എൻ്റെ ഗുരുതുല്യരായിട്ടുള്ള ആളുകളാണ് ഇതിനകത്ത് മുഴുവൻ ഇരിക്കുന്നത്. അവർക്ക് എല്ലാവർക്കും എൻ്റെ നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.